ഇനി വളരെ പ്രധാനമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, കേട്ടറ്റ് നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 4, കേട്ടറ്റ് കാറ്റഗറി 3 വേണ്ടി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില ഏരിയാസ് ഉണ്ട്, വളരെ അപ്രധാനമായിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. അപ്പൊ സാറ് കുറച്ച് സ്റ്റാറ്റിക്സിലൂടെ കുറച്ച് കണക്കുകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ ഈ സെഷനിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ ചോദ്യ പേപ്പറുകൾ പരിശോധിക്കുന്ന സമയത്ത് ചില രസകരമായിട്ടുള്ള വസ്തുതകൾ കാണാം. നിങ്ങളെല്ലാവരും ആദ്യം പഠിക്കാതിരിക്കുന്ന ഏത് ഭാഗമായിരിക്കും? ഒന്ന് ടൈപ്പ് ചെയ്യോ. നമ്മൾ ഈ അദബൊക്കെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ഭാഗം ഏതായിരിക്കും? ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. നമ്മൾ തുടങ്ങുമ്പോ എന്തുകൊണ്ട് തുടങ്ങും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഖുർആൻ തുടങ്ങുമ്പോൾ ഫാത്തിഹ കൊണ്ട് തുടങ്ങുന്നത് പോലെ അദബ് പഠിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടായിരിക്കും തുടങ്ങലുണ്ടാവുക? ആ ജാഹിലി കാലഘട്ടം മുതലാണ് തുടങ്ങുക എന്നുള്ളതാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെയാണ് കേട്ടിട്ട് നിങ്ങളെ ചതിക്കാൻ പോകുന്നത്. അവർക്ക് ആവശ്യമില്ലാത്തൊരു സാധനം ജാഹിലിയ കാലഘട്ടമാണ്. വളരെ ചുരുക്കം ചില ചോദ്യങ്ങൾ, ഏകദേശം 30 ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പറയുന്ന ജാഹിലിയ കാലഘട്ടം എന്നുള്ളത്. കുറച്ചധികം ഇതിനെക്കുറിച്ച് ഒരു പ്രീവിയസ് നോളജ് ഒക്കെ ഉള്ള, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും? നമ്മൾ പഠിച്ചതുപോലെ ഇൻഡോ അറബോ അതല്ലെങ്കിൽ എന്തുമായിരിക്കും? അദബുൽ ഹദീസ് ആയിരിക്കും അല്ലെ? നമ്മൾ അസ്ലുൽ ഹദീസ് അല്ലേ ആദ്യമായിട്ട് പഠിച്ചത്? മഹ്മൂദ് സാമിൽ ബാറൂദിയെ കുറിച്ചല്ലേ ആദ്യമായിട്ട് പഠിച്ചത്? അതെ അല്ലെ, മഹ്മൂദ് സാമിൽ ബാറൂദിയെ കുറിച്ചിട്ടാണ് പഠിച്ചത്, മോഡേണെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അപ്പൊ ആദ്യം നമ്മൾ മോഡേണിൽ നിന്ന് തുടങ്ങി, പിന്നീട് അബ്ബാസിയിലേക്ക് വന്നു, പിന്നെ ഇൻഡോ അറബിലേക്ക് പോയി, അങ്ങനെ അങ്ങോട്ട് നമ്മൾ എന്താണ് കെട്ടരിഞ്ഞ പട്ടം പോലെ പഠിച്ചു പോയതാണ്. കാരണം അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് എല്ലാത്തിലേക്കും എത്താൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. വളരെ എളുപ്പത്തിന് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്ന ഒരു എക്സാമിനേഷൻ ചില 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 ശക്തികളുടെ, എന്താ നമ്മൾ പറയാറുണ്ടല്ലോ, ചില മാന്ത്രിക ശക്തികളുടെ, നമ്മൾ ഇത് പറയുന്ന പോലെ വലിയ ഗൂഢമായിട്ടുള്ള കൈക്കടത്തലുകൾ കാരണം വിദ്യാർത്ഥികൾക്കിടയിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു എക്സാമിനേഷനായിട്ട് പിൽക്കാലത്ത് വളർന്നു വന്നിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് കേട്ടറ്റ് എക്സാമിനേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷൻ എന്തായാലും നമ്മൾ നെഞ്ചു വിരിച്ച് നേടിയെടുക്കും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ മേഖലകളൊക്കെ തന്നെയും വളരെ പെരിഫറലായി കൊണ്ട് മനസ്സിലാക്കുകയും കൂടുതലും സമയം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അദബുൽ ഹിന്ദിനെയും അദബുൽ ഹദീസിനെയും ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു എക്സാമിനേഷനാണ്. കാരണം തൊട്ടടുത്ത് PSC എക്സാമിനേഷൻ നടക്കാനിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം, തൊട്ടടുത്ത് PSC എക്സാമിനേഷൻ നടക്കാനിരിക്കുന്നു. പുതിയ ടെക്സ്റ്റ് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് പരീക്ഷിക്കാൻ പറ്റുന്ന ഫസ്റ്റത്തെ പരീക്ഷണ വസ്തു ആരാണ്? കേട്ടറ്റുകാരാണ്. ഞാൻ PSC സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ PSCക്ക് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം റിസോഴ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ ലോകത്തുള്ള ഗൈഡുകളൊന്നുമല്ല, മറിച്ച് കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മതി PSCക്കാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനെന്ന് പല ചോദ്യ പേപ്പറുകളായിക്കൊണ്ട് PSC തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ എനിക്കൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ഒന്ന്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കേന്ദ്രീകൃതമായിക്കൊണ്ട് കുറച്ചുകൂടി വായിക്കുക. അതിനായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ്, ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 1 മാസക്കാലം മുമ്പ് തന്നെ നിങ്ങൾക്ക് അതിന്റെ PDF നോട്ട് ഞാൻ അയച്ചു തന്നത്. അത് കൃത്യമായി നിങ്ങൾ വായിക്കണം, അത് കൃത്യമായി നിങ്ങൾ ഡിസ്കഷൻ നടത്തണം. അറിഞ്ഞാത്ത കാര്യം എന്നോട് ചോദിക്കണം, പറഞ്ഞു തരാൻ ഞാൻ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ കാര്യം, എല്ലാ വിഷയവും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. സൈക്കോളജിക്ക് പ്രാധാന്യമുണ്ട്, അറബിക് ലിറ്ററേച്ചറിന് പ്രാധാന്യമുണ്ട്, ഗ്രാമറിനും നഹ്വിനും ഗ്രാമറിനും അറൂദയ്ക്കും ബലാഗയ്ക്കും എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. അതിനേക്കാൾ പ്രാധാന്യം അറബിക് പെഡഗോജിക്ക് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോ ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഞാനിത് പ്രധാനമായിട്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത് ചില ചോദ്യങ്ങളിലൂടെ സിലബസ് കവർ ചെയ്യുന്ന രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ്. പഠിപ്പിക്കലൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ്. ആദ്യാവസാനം വരെ തുടരണം. ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ ചാറ്റ് ബോക്സ് യൂസ് ചെയ്തുകൊണ്ട്, ഞാൻ ആദ്യമേ പറയാം, ചാറ്റ് ബോക്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സംശയം ചോദിക്കണം. ഞാൻ കൃത്യമായി അതിന് മറുപടി തന്നിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് പോവുക. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങാണ്. എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
ഹർബുൽ ബസൂസ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അസ്ലുൽ ലുഗത്തുൽ അറബിയാണ്. അറബി ഭാഷയുടെ ബേസിക് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം അറബി ഭാഷ എന്ന് പറയുന്നത് സെമിറ്റിക് മതങ്ങളിലെ ഒരു ഭാഷയിൽപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ നമുക്കറിയാം. അക്കാലഘട്ടത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ജാഹിലിയ കാലഘട്ടമാണ് ആദ്യത്തെ പീരീഡ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ അകത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ബസൂസ് യുദ്ധം എന്ന് പറയുന്നത്. ആ ബസൂസ് യുദ്ധം ആരൊക്കെ തമ്മിൽ നടന്നതാണ് എന്നാണ് ചോദ്യം. ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിലാണോ? ഇസ്രായേലും ഫലസ്തീനും തമ്മിലാണോ? അമേരിക്കയും ജപ്പാനും തമ്മിലാണോ? ബക്കർ തഗലബ് ഗോത്രക്കാർക്കിടയിലാണോ എന്നുള്ളതാണ് ചോദ്യം. മാഷാ അല്ലാഹ്, ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഈ പാഠഭാഗങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പഠിച്ച് മനസ്സിലാക്കി റിവിഷൻ കഴിഞ്ഞ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കാത്തിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഉത്തരം ശരി തന്നെയാണ്. ബക്കർ തഗലബ് ഗോത്രക്കാർക്കിടയിൽ നടന്നിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട യുദ്ധമാണെന്ത്? ബസൂസ് യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ് അദ്നാനി ഗോത്രം. ഓക്കെ, അവർക്കിടയിൽ നടന്നിട്ടുള്ള 2 യുദ്ധങ്ങളാണ് ബസൂസ് യുദ്ധം, ദാഹിസ് വൽ റബറ എന്ന് പറയുന്ന യുദ്ധം. ഇതിലെ ബസൂസ് യുദ്ധത്തെ കുറിച്ചിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ബസൂസ് യുദ്ധം എന്ന് പറയുന്നത് ബക്കർ തഗലബ് എന്ന 2 ഉപഗോത്രങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള അദ്നാനി ഗോത്രത്തിൽപ്പെട്ട ബക്കർ തഗലബ് ഗോത്രങ്ങൾക്കിടയിലുള്ള ഏകദേശം 40 വർഷക്കാലം നീണ്ടു നിന്നിരുന്ന ഒരു യുദ്ധമാണ് ഹർബുൽ ബസൂസ് എന്ന് പറയുന്നത്. ഈ ബസൂസ് എന്ന പേരിലുള്ള ഒരു പെണ്ണിന്റെ ഒട്ടകത്തെ എന്തെയാണ് കുലൈബ് എന്ന് പറയുന്ന കാലഘട്ടത്തിലെ പ്രശസ്തനായ ഒരു വ്യക്തി കൊലപാതകം നടത്തുകയും അതിന്റെ പേരില് എന്താണ് ജുസാസിന്റെ സഹോദരൻ കുലൈബിനെ കൊല്ലുകയും ചെയ്യാൻ. ഇങ്ങനെ ഇതിന്റെ പേരിലാണ് ഈ പരസ്പരം യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇത് ഏകദേശം 40 വർഷക്കാലം നീണ്ടു നിന്നിരുന്ന ഒരു യുദ്ധമായിട്ടാണ് നാഖിദീങ്ങൾ പരിഗണിക്കുന്നത്. ഇനി ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. മറ്റൊരു സംശയം ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് തംസപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം, മുഅ്ലമു ഷിഅറുൽ ജാഹിലി മുഅ്ലമു ഷിഅറുൽ അറബിയൽ ഖദീം, പഴയ കാലഘട്ടത്തിലുള്ള അറബി കവിതകൾ മുഴുവനും ഷിഅറുൽ മസ്റഹി, ഷിഅറുൽ ഖിസസി, ഷിഅറുൽ ഗിനാഇ, ഷിഅറുൽ മൽഹമി, ഇങ്ങനെ ഏത് രൂപത്തിലാണ് വന്നുകൊണ്ടിരുന്നത്? മനസ്സിലാക്കുക, ഈ പഴയ കാലഘട്ടത്തിലെ ഒട്ടുമിക്ക കവിതകളും ഏത് രൂപത്തിലാണ് വന്നുകൊണ്ടിരുന്നത്? നാടക കവിതകളായിരുന്നോ? കഥാകവിതകളായിരുന്നോ? ഗിനാഇ രാഗാത്മകമായിട്ടുള്ള കവിതകളായിരുന്നോ? അൽ മൽഹമി എന്താണ് കുറച്ചധികം ധീര കവിതകളായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉത്തരത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കാണ്. നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ഷിഅറുൽ ഗിനാഇ എന്നുള്ളതാണ്. ഷിഅറുൽ ഗിനാഇ രാഗാത്മകമായിട്ടുള്ള കവിതകളായിട്ടാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഷിഅറുൽ ഗിനാഇയുടെ മറ്റൊരു പേര് ആർക്കെങ്കിലും അറിയോ? ഷിഅറുൽ ഗിനാഇയുടെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു തരാം, അതിൽ പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാവോ എന്ന് ഞാൻ നോക്കിയതാട്ടോ, സാറ് ടെസ്റ്റ് ചെയ്താ. ഷിഅറുൽ ഗിനാഇയുടെ മറ്റൊരു പേരറിയോ? ഷിഅറുൽ ഗിനാഇയുടെ മറ്റൊരു പേരാണ് ഷിഅറുൽ വിജ്ദാനി, വൈകാരികമായിട്ടുള്ള കവിതകൾ എന്ന് നമ്മൾ പറയും. വൈകാരിക കവിതകളെയാണ് ഷിഅറുൽ വിജ്ദാനി എന്ന് പറയാം. ഓക്കെ, ഷിഅറുൽ ഗിനാഇ അബിൽ വിജ്ദാനി, ഇങ്ങനെ ഒരു രൂപത്തിലുള്ള കവിതകൾ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊരു രൂപത്തിലുള്ള കവിതകളാണ് ഷിഅറുൽ ഖിസസി അബിൽ മൽഹമി. ഷിഅറുൽ ഖിസസി എന്നോ ഷിഅറുൽ മൽഹമി എന്നോ പറയാറുണ്ട്. ഈ ഷിഅറുൽ ഖിസസി അബിൽ മൽഹമി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഈ ചില ധീര കവിതകൾ ഉണ്ടല്ലോ, ധീര കവിതകൾ. ഇപ്പം നമ്മുടെ അൻദറത്ത് ബിൻ ഷദ്ദാദിന്റെ കവിതയൊക്കെ അല്ലേ, അത് ഈ പറയുന്ന ഷിഅറുൽ മൽഹമിയിൽ പെട്ടതാണ്. ഷിഅറുൽ മൽഹമിക്കായിട്ടുള്ള കവിതകളാണ്. പിന്നെ അതിനെ ചില ഷിഅറുൽ ഖിസസി എന്ന് പറയും. റായിദ് ഷിഅറുൽ ഖസസിൽ ആരായെന്ന് അറിയോ? റായിദ് ഷിഅറുൽ ഖസസ് അറിയാവുന്നവരൊന്ന് ടൈപ്പ് ചെയ്യോ? റായിദ് ഷിഅറുൽ ഖസസ് ആരാന്നറിയോ? ആരാന്നറിയോ? ഹുത്തൈഅയാണ്. യെസ്, ഹുത്തൈഅയാണ് റായിദു ഷിഅറുൽ ഖസസി എന്ന് നമ്മൾ പറയാം. പിന്നെ വരുന്ന ഒരു രൂപമാണ് ഷിഅറു തംസീലി ഔ ഷിഅറുൽ മൗലു എന്ന് പറയും.
ഓക്കെ, ഈ റായിദ് ഷിറുൽ കസസിയുടെ റായിദായി കൊണ്ട് നമ്മൾ പരിഗണിക്കുന്നത് ഈ ഹുത്തയ കഴിഞ്ഞ മറ്റൊരു വ്യക്തിയുണ്ട്, ഖലീൽ മുത്രാനാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹുത്തയ കണ്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ ഖലീൽ മുത്രാൻ ഉണ്ടോ നോക്കണേ. ഖലീൽ മുത്രാൻ മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഖലീൽ മുത്രാന് റായിദ് ഷിറുൽ ഖസസി ഫിൽ അദബിൽ അറബി എന്ന് പറയാറുണ്ട്. ഇതിന്റെ അകത്ത് കൂടുതലും എന്താണ് യുദ്ധ കാര്യങ്ങളായിരിക്കും സംഭവിക്കാറുള്ളത്. ഇനി ഷിറു മസ്രഹി അവ ഷിറു തംസീലി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നാടക കവിതകളാണ്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് അറിയാം ഈ അഹമ്മദ് ഷൗക്കി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? അഹമ്മദ് ഷൗക്കിയെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? മാഷാ അല്ലാഹ്. അപ്പോ ഈ ആരാണ് നമ്മുടെ അഹമ്മദ് ഷൗക്കിയെ വിളിക്കുന്നത് റായിദ് ഷീറു തംസീലി എന്നോ റായിദ് ഷീറുൽ മസ്രഹി എന്നാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില വസ്തുതകൾ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും ഈ പലരും എന്താണ് കുറച്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. എന്താണെന്ന് നോക്കിക്കേ. ഇഷ്തഹറത്ത് ബഅള ഖസായിദ് നാബിത്ത് ദുബിയാനിയുടെ ചില കവിതകൾ പറയുന്നത് ഹൊസാനിയാത്ത് എന്നാണോ, ഷെഹരിയാത്ത് എന്നാണോ, ഹൗലിയാത്ത് എന്നാണോ, ഉസ്ബുഇയാത്ത് എന്നാണോ? ഓക്കെ, ശരി. നിങ്ങൾ കുറെ ആൾക്കാരൊന്നും ഉത്തരം പറയുന്നത് കാണുന്നില്ല. നിങ്ങൾക്ക് അറിഞ്ഞോട്ടെ, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. തെറ്റിയാലും നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാനാണല്ലോ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ശരി, നമുക്ക് നോക്കാം. ഒസാനിയാത്ത് തന്നെയാണ്. അതായത് നാബിത്ത് ദുബിയാനി എന്ത് ചെയ്യുന്ന പറയുക, ഒരു കൊട്ടാര കവി, ഒരു ബിലാത്തിൽ കൊട്ടാര കവിയായിരുന്നു. ഇദ്ദേഹം ദുബിയാൻ ഗോത്രക്കാരെ കുറിച്ച് അവരുടെ സഖ്യകക്ഷികളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ചരിത്ര കാവ്യങ്ങളാണ് വസാനിയാത്ത് എന്ന് പറയാം. അപ്പൊ അതിന്റെ അകത്ത് അദ്ദേഹം മധുഹും ഫഹറും ഒക്കെ ചേർന്നാണ് അതിന്റെ അകത്ത് കവിത എഴുതുന്നത്. നാബിത്ത് ദുബിയാനി ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തി എന്ന് അറിഞ്ഞൂടെ? ജാഹിലിയ കാലഘട്ടത്തില് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ജാഹിലി കാലഘട്ടത്തിൽ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ ജാഹിലി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇദ്ദേഹം അക്കാലഘട്ടത്തിലുള്ള അറബി കവികൾക്കിടയിൽ ഈ മത്സരങ്ങൾ നടക്കുമായിരുന്നു. ഈ കവിതകൾ കൊണ്ടുള്ള മത്സരം നടക്കുമായിരുന്നു. അപ്പൊ അതിനിടയിൽ തഹുക്കും വിധികർത്താവായിക്കൊണ്ട് വർക്ക് ചെയ്തിരുന്ന പ്രമുഖ വ്യക്തിത്വമാണ് നാബിഅ അദ്ദുബിയാനി. അപ്പൊ അദ്ദേഹത്തിന് മറ്റു ചില വർക്കുകൾ കൂടിയുണ്ട്. ഇപ്പം ഇഖ്തിദാരിയാത്ത് എന്ന് പറയുന്ന ഒരു രൂപമുണ്ട്. അതായത് നുഅ്മാൻ ബിൻ മുൻദിർ രാജാവിന്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ഇദ്ദേഹം. അപ്പൊ നുഅ്മാൻ ബിൻ മുൻദിർ രാജാവിന്റെ അടുത്ത് ഇദ്ദേഹത്തിന്റെ കുറച്ച് അസൂയാലുക്കൾ പോയി ഇളക്കി കൊടുക്കാണ്. സ്വാഭാവികമായിട്ട് അറിയാലോ, നമുക്ക് തമ്മിലുള്ള ശത്രുത വളർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരോട് പോയി ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്ത സമയത്ത് രാജാവിന് ഇദ്ദേഹത്തിനോട് കോപം ഉണ്ടായി. ആ കോപത്തിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം എഴുതിയ കവിതയാണ് ഈത്തിദാരിയാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ശരി. ഹൗലിയാത്ത് എന്ന് പറയുന്ന കവിത എന്ന് പറയുന്നത് അത് സുഹൈർ ബിൻ അബി സലമയുടെ മൂന്നാമത്തെ ഓപ്ഷനാണ്. ഹൗലിയാത്ത് എന്ന് പറയുന്നത് സുഹൈർ ബിൻ അബി സലമയുടെ കവിതയാണ്. സുഹൈർ ബിൻ അബി സലമ ജാഹിലി കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ കവിതകളെ ഹൗലിയാത്ത് കവിതകൾ എന്ന് വിളിക്കാൻ കാരണം ഇദ്ദേഹം 4 മാസങ്ങൾ കൊണ്ട് കവിത എഴുതുകയും 4 മാസം കൊണ്ട് അദ്ദേഹം അതിനെ തിരുത്തുകയും വേണ്ട തിരുത്തുകളൊക്കെ നടത്തുകയും 4 മാസം മറ്റുള്ള പ്രധാനപ്പെട്ട അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ചില കവികൾ ഉണ്ടാവും. ആ കവികൾക്കിടയിൽ പോയി ആ കവിതയെ അവതരിപ്പിക്കുകയും അതിനുശേഷം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ, ഒരു ഹൗല് പൂർത്തിയാകുമ്പോൾ
മറ്റുള്ളവരിലേക്ക് അതായത് സമൂഹത്തിന് മുമ്പിൽ വന്ന് ആ കവിത പ്രസന്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കവിത നമ്മൾ ഹൗലിയാത്ത് കവിതകൾ എന്ന് വിളിച്ചത്. ക്ലിയർ ആണല്ലോ? ഇനി ഷെഹരിയാത്തും ഉസ്ബിയാത്തും എന്നുള്ളത്, ഷെഹരിയാത്തും ഉസ്ബുയാത്തും എന്നുള്ളത് അവർക്ക് ഓപ്ഷൻ ഇടാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഇട്ടതാ. ഇത് അറിയാവുന്നവർ ഇത് കാണുമ്പോ ഒന്ന് ചിരിച്ചു പോകും. അപ്പൊ നിങ്ങളൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ എന്താണ് കടും വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവർക്ക് ഇഷ്ടം ഉണ്ടാവൂല. യെസ്. ഇനി അടുത്തത് മഅനി അശ്റുൽ ജാഹിലിയ്യ ബി, ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളുടെ വിഷയങ്ങൾ. മഅനി എന്നുള്ള ആശയമാണ്. മഅനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയം. അശ്റുൽ ജാഹിലി കാലഘട്ടത്തിലുള്ള ആശയങ്ങൾ തതമയ്യസ അത് വേർതിരിക്കപ്പെടുന്നത് ഇൻസാനിയത്തുൽ ആലമിയ ലോകത്തുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് വളരെ ഡീപ്പായിട്ടുള്ള വിഷയങ്ങളാണ്. അസ്വിദ്കി വൽ വുളൂഹ് വ്യക്തമായിക്കൊണ്ടാണ്, വ്യക്തത കൊണ്ടും അതോടൊപ്പം തന്നെ സത്യസന്ധമായ രൂപത്തിലാണ് അവതരിക്കപ്പെട്ടത്. അൽ അനാസുൽ വത്തനിയ രാഷ്ട്രീയമായിട്ടുള്ള, മനസ്സിലാക്കുക, രാഷ്ട്രീയമായിട്ടുള്ള ചില ഘടകങ്ങൾ അടങ്ങിയതാണ് ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളുടെ വിശേഷണങ്ങൾ എന്നാണ് പറഞ്ഞത്. അതെ, നിങ്ങൾ ഉത്തരം പറഞ്ഞത് വളരെ ശരിയാണ്. കുറെ ആൾക്കാർ ഉത്തരം ചെയ്യാതിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരു സെഷനിൽ പങ്കെടുക്കണം. അസിദ്ക്ക് വൽ വുളൂഹ് വ്യക്തത എന്ന് തന്നെയാണ്. ഓക്കെ, വ്യക്തത എന്ന് തന്നെയാണ്. മാത്രമല്ല വൈകാരിക കവിതകളും കുറച്ചധികം ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലുള്ള കവിതകൾ. ഈ ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളെ നമ്മൾ വിളിക്കുന്നത്, സിദ്ക്ക് വൽ വുളൂഹ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വിളിക്കൊണ്ടിരുന്നത് എന്ത് പേര്? അശ്ശിഅ്റു ദീവാനുൽ അറബ് നമ്മൾ വിളിച്ചിരുന്നു. അതായത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, പുസ്തകങ്ങൾ രേഖപ്പെടുത്തുന്നില്ല. അപ്പൊ അക്കാലഘട്ടത്തിലുള്ള കവിതകളെ കുറിച്ച് കൂടുതൽ അറിയുന്നത് എന്താണ്? അക്കാലഘട്ടത്തിലെ കവിതകളിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അക്കാലഘട്ടത്തിലെ കവിതകളെ നമ്മൾ വിളിക്കുന്നത് അശ്ശിഅ്റു ദീവാനുൽ അറബ് എന്നുള്ളത്. ഇനി അടുത്തത് ഷാഇറുൻ ബദഅ മുഅല്ലഖതുഹു ബിദിക്രി അത്ലാൽ ഹബീബതിഹി ഉമ്മു ഔഫ. ഉമ്മു ഔഫ എന്ന് പറയുന്ന തന്റെ പ്രണയിനിയെ പറ്റി, ആ പ്രണയിനിയുടെ എന്താണ് അത്തുലാൽ എന്ന് വെച്ചാൽ നമുക്കറിയാം അവശിഷ്ടങ്ങൾ. ഈ ജാഹിലിയ കാലഘട്ടത്തിലുള്ള എല്ലാ കവികളുടെയും കവിതകൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മിക്ക കവികളും കവിത തുടങ്ങുന്നത് അവരുടെ കാമുകിയെ പറ്റിയിട്ടാണ്. അപ്പം തന്റെ കാമുകിയായ ഉമ്മു ഔഫയെ പറ്റി കവിത ചൊല്ലിക്കൊണ്ട് തുടങ്ങിയ കവി ആരാണ്? തൊറഫയാണോ, അംറ് ബിൻ കുൽസുമാണോ, സുഹൈർ ബിൻ അബി സലമയാണോ, ലബീദ് ബിൻ റബിയയാണോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടത്തെ ചോദ്യം. നിങ്ങൾ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്, സുഹൈർ ബിൻ അബി സലമ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ മുഅല്ലഖ 7, 3, 10 മുഅല്ലഖ 10 പേരുടെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 10 പേരുടെ പേരും പഠിക്കുക, അവരുടെ മുഅല്ലഖയിലെ ആദ്യ വരികളും പഠിക്കുക. അപ്പൊ തുറപ്പത്തിനടുത്ത് നമുക്കറിയാം അദ്ദേഹവും കവിത തുടങ്ങുന്നതിൽ ഹൗല, തന്റെ കാമുകിയായിട്ടുള്ള ഹൗലയെ പറ്റിയിട്ടാണ്. ഓക്കെ, പിന്നെ സുഹൈർ ബിൻ അബി സൽമയുടെ കവിത നമുക്കറിയാം. അമിൻ ഉമ്മി ഔഫ ദിംനതൻ ലം തകല്ലുമി ബിഹൗമാനതി ദർറാജി ഫൽ മുതസല്ലിമി എന്നുള്ളതാണ് നമ്മുടെ സുഹൈർ ബിൻ അബി സൽമയുടേത്. എന്തായിരുന്നു അംർ ബിൻ കുൽസുമിന്റെ മുഅല്ലഖ തുടങ്ങുന്നത്? അംർ ബിൻ കുൽസും എങ്ങനെയാണ്? പറഞ്ഞോളൂ, കുഴപ്പമില്ല. എന്നുള്ളത് തന്നെയാണ്. യെസ്, അലാ ഹിബ്ബി ബിസഹ്നിക ഫസ്ബഹീന വലാ തുബ്കി ഹുമൂരിൽ അൻതരീന. ലുബീദ് ബിൻ റബിയയുടെ എങ്ങനെയായിരുന്നു അറിയോ? ലുബൈദ് ബിൻ റബിയ, ഞാൻ 2 എണ്ണം പറഞ്ഞു, ബാക്കി നിങ്ങൾ ഒന്ന് പറഞ്ഞാണ്. അതല്ലേ അഫത്തിദ്ദിയാരി മഹല്ലുഹാ ഫമുഖാമുഹാ ബിമിനാ തഅബ്ബദ ഖൗലിഹാ ഫരിജാമുഹാ എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹില്ലദീ ലം യഅ്തനി അജലിൻ ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ തുടക്കം. അഫത്തിദ്ദിയാരി മഹല്ലുഹ എന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. നിങ്ങൾ ആ തുടക്കം മാത്രം പഠിക്കുക.
ഇനി എന്താണ് ഈ പറയുന്ന എന്നുള്ളതെന്ന് വെച്ചാല്, അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. ആര്? ലബീദ് ബിൻ റബിയ. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ വരി കവിതകൾ മാത്രമേ ചൊല്ലുന്നുള്ളൂ. ചില പണ്ഡിതന്മാർ അദ്ദേഹം കവിത ചൊല്ലുന്നില്ല എന്നുള്ളതും, ചിലർ ഒരു കവിതയാണ് പറയുന്നതെന്നും പറയുന്നുണ്ട്. മറ്റു ചില ആൾക്കാർ അങ്ങനെയല്ല, കുറച്ച് കവിതകൾ അദ്ദേഹം പാടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് അൽഹംദുലില്ലാഹില്ലദി ലഖിദ് ലം യഅ്തനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല എന്നുള്ള ആ വരികൾ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എക്സാമിന് ഇത് പല രൂപത്തിൽ ചോദിക്കാറുണ്ട്. അപ്പോ ഒരിക്കലും എക്സാമിന് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാറില്ല, ചോദിച്ചു കാണാറില്ല. ഓക്കെ, ചിലപ്പോ ഈ ഒരു ചോദ്യത്തിന് പ്രത്യേകത അഷ്അറുന്നാസി ഇംറുൽ ഖൈസ് ഡേഷ്, അഷ്അറുന്നാസി സുഹൈർ ഇദാ ഡേഷ് എന്നുള്ളതൊക്കെ എനിക്ക് ചോദിക്കലുണ്ടാകാം. അപ്പൊ ഇവിടെ ഇത് എല്ലാം കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അഷ്അറുൽ ഇഖ്തറ തസ്രീഹി സ്വഹീഹി മിൻ അഖ്വാലിൽ അറബി ഷഹീറ. അറബികൾ പറയുന്ന ഈ അഷ്അറു ഏറ്റവും നല്ല കവികളെ പറ്റി പറയുന്ന വിശേഷണങ്ങൾ ശരിയായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിങ്ങളെ നോക്കിയിട്ട് ശരിയാക്കുക. ഞാൻ നോക്കി പറഞ്ഞ ഓക്കെ, കറക്റ്റ് ആണ്. ഓപ്ഷൻ സി തന്നെയാണ് ശരി. കാരണം നമുക്ക് നോക്കേണ്ടത് ഒന്നേ ഉള്ളൂ, ഇമ്രുൽ ഖൈസിനെ നോക്കാം, റക്കീബയാണോ നോക്കാം, അല്ലെ? വേറെ ഒരു പണിയുമില്ല, അല്ലെ? വേറെ ഒരു പണിയുമില്ല. അപ്പൊ നമുക്കറിയാം എന്താണ് അഷ്അറൽ അറബി ഇംറുൽ ഖൈസി ഇദാ റക്കിബ. കുതിരപ്പുറത്ത് യാത്ര ചെയ്യാൻ വേണ്ടി കയറിക്കഴിഞ്ഞാൽ ഏറ്റവും നന്നായി അറബികൾക്കിടയിൽ കവിത ചൊല്ലുന്ന വ്യക്തിയാണ് ഇംറുൽ ഖൈസ്. ഇനി സുഹൈർ ആയിക്കോട്ടെ, ഹാരിസ് ബിൻ ഔഫിനെയും മനസ്സിലാക്കണം, ഹാരിസ് ബിൻ ഔഫിനെയും ഹറം ബിൻ സിനാനിനെയും മദ്ഹ് ചെയ്യാൻ വേണ്ടി റഗിബ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി കവിത ചൊല്ലുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ സുഹൈർ ബിൻ അബി സലമ. പിന്നെ അതേപോലെ തന്നെ നാബിഅ എന്ന് പറയുന്നത് ഇതാ റഹിബ, ഭയം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കവിത ചൊല്ലുന്ന വ്യക്തിയാണ്. ആയിഷയെ നമ്മൾ പറയുന്നത് ഇദാത്തുരിബ എന്നാണ്. ഓക്കെ, ഇദാത്തുരിബ എന്നാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഷാഇറു നബി എന്നറിയപ്പെടുന്ന കവി ആരാണ്? കഅബ് ബിൻ സുഹൈർ ആണോ, ഹൻസ ആണോ, ഹസ്സാൻ ബിൻ സാബിത്ത് ആണോ, ആണോ? ഓക്കെ, വെരി ഗുഡ്. ഹസ്സാൻ ബിൻ സാബിത്ത് ആണ്. ഹസ്സാൻ ബിൻ സാബിത്ത് ആണ്. ഈ കഅബ് ബിൻ സുഹൈറും ഹസ്സാവും ഹുത്തൈം എന്നുള്ളവര് എവരിൽപ്പെട്ടവരാണ്? അവരെല്ലാവരും നമ്മുടെ മുഹ്ദറമൂൻ കവികളിൽപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കാന്ന്. ഇനി അടുത്തൊരു ചോദ്യത്തിൽ കൂടെ വരാം. അൻഷദ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു ഖസീദത്തൻ അമാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പില് കഅബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കസീദ ചൊല്ലുന്നുണ്ട്. ആ കസീദ ലാമിയയാണോ, മീമിയയാണോ, നൂനിയയാണോ, അതല്ല ബായിയയാണോ എന്നുള്ളതാണ് ചോദ്യം. ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. യെസ്, ലാമിയയാണ് അല്ലെ? ബനത്തു സുആദു ഫഖൽബിൽ യൗമി മത്ബൂലു മുത്തയ്യമ ഇസ്രിഹാ ഫഖൽബിൽ യൗമി മഖ്ബൂലു. അതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട്, എക്സാമിന് സാധാരണ ചോദിച്ച് കാണാറുള്ള ഒരു വരിയുണ്ട്. ഇന്ന റസൂലല്ല നൂറുൻ യസ്തല്ലാഉ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വർണ്ണിച്ച് പാടുകയാണ്. ഇന്ന റസൂല, തീർച്ചയായും എന്റെ പ്രവാചകൻ, നൂറുൻ, ഒരു പ്രകാശം പോലെയാണ്, ഇസ്തല്ലാഉ ബിഹി, അത് വെട്ടിത്തിളങ്ങുന്നു. മുഹന്നിദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു, അത് എങ്ങനെയാണ് വെട്ടിത്തിളങ്ങുന്നത്? അള്ളാഹുവിന്റെ എന്താണ്, വാള് പോലെ വെട്ടിത്തിളങ്ങാണ്. അള്ളാഹുവിന്റെ വാൾ എന്താ പ്രത്യേകം അറിയോ? മുഹന്നിദുൻ, ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള വാളിനെ പോലെ എന്ന് പറയാണ്. ഓക്കെ, ഇന്ത്യൻ നിർമ്മിത വാള് കൊണ്ട് വെട്ടിത്തിളങ്ങുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം എന്താണ്, വെട്ടിത്തിളങ്ങുകയാണ് എന്ന് പാടുന്ന ഒരു വരിയാണ്. ഇത് ആരുടെ വരികളാണ്? കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ വരികളാണ്.
ഇനി നേരത്തെ നമ്മൾ പറയപ്പെട്ട ഖൻസ, വളരെ പ്രശസ്തയായിട്ടുള്ള തമാദർ ബിൻ അംർ ബിൻ ശരീദ എന്നറിയപ്പെട്ട ഖൻസ വളരെ പ്രധാനിയായ ഒരു കവിയാണ്. ഈ ഖൻസ അറിയപ്പെടുന്നതായിക്കോട്ടെ റസാഇദിന്റെ വിഷയത്തിലാണ്. തന്റെ സഹോദരനായിരുന്ന സൊഹറും മആവിയ ഖാദിസിയ യുദ്ധത്തിൽ മരിക്കുന്നുണ്ട്. ആ ഖാദിസിയ യുദ്ധത്തിൽ മരിക്കുന്ന വിഷയത്തിൽ തങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് കവിത ചൊല്ലുന്നുണ്ട്. ഓക്കെ, പിന്നെ അതാണ് ഈ അതിന്റെ പേരിൽ, അതായത് മുമ്പൊരിക്കൽ, അതായത് കഅബ് മരണപ്പെട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോവുകയും കഅബിന് വേണ്ടി കാര്യങ്ങൾ തിരക്കുകയും ചെയ്യുന്ന സമയത്ത് കഅബ് നരകത്തിലാണ്, അല്ല അദ്ദേഹത്തിന്റെ സഹോദരിയായിരുന്നു കഅബ് ബുജൈർ. ഓക്കെ, അല്ല അതില് ഇങ്ങനെ എന്താണ്, അതെ ഇദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ, പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായിരുന്നാലും സഹോദരൻ മരിച്ചൊരു വിഷയം പറയുന്ന സമയത്ത് പറയാണ്, ഇത്രയും കാലം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നത് എന്റെ സഹോദരൻ നഷ്ടപ്പെട്ടതായിരുന്നു. കുഞ്ചു അബിക്കി മിനൽ അലിയോ മിനന്നാർ. പക്ഷെ ഇന്ന് ഞാൻ കരയാൻ തുടങ്ങുന്നത്, ഇതാണ് എക്സാം പേപ്പറിൽ ഉണ്ടാവുക, കുഞ്ചു അബിക്കി ലഹു അലിയോമ മിനന്നാർ, അവൻ നരകത്തിലാണ് എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നോട്ട് കരയുന്നതെന്ന് ഖൻസാവ് പറഞ്ഞൊരു വരിയുണ്ട്. അത് വളരെ പ്രശസ്തമായിക്കൊണ്ട് എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, അൽ ഹദീസുൽ മുത്തഫഖ് അലൈഹി. മുത്തഫഖ് അലൈഹി ആയിട്ടുള്ള ഹദീസുകൾ ഏത് രൂപത്തിലുള്ള ഹദീസാണ്? മുത്തവാത്തിറാണോ, മാ റവാഹുൽ ബുഖാരി ആണോ, മാ റവാഹുൽ മുസ്ലിം ആണോ, സി ആൻഡ് ബി ആണോ? ബുഖാരി ഹദീസിൽ മുത്തവാത്തിറായിട്ടുള്ള ഹദീസാണോ, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണോ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണോ, ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും ചേർന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെയാണോ മുത്തഫഖുൻ അലൈഹി എന്ന് നമ്മൾ പറയാ? അതെ, ഉത്തരം ശരിയാണ്. ഹദീസുൽ മുത്തഫഖ് അലൈഹി എന്ന് പറയുന്നത് നമ്മുടെ ബുഖാരി ഇമാമും മുസ്ലിമും കൂടി ചേർന്ന് കൊണ്ട് ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളെയാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. ഇനി പല രൂപത്തിലുള്ള, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, പല രൂപത്തിലുള്ള ഹദീസിന്റെ കോലങ്ങളുണ്ട്. ഓക്കെ, ഹദീസ് ഷാദ് ഉണ്ട്, അതുപോലെ തന്നെ ഹദീസുൽ ഖുദ്സി ഉണ്ട്. ഹദീസുൽ ഖുദ്സി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൗലും അള്ളാഹുവിന്റെ ഫിക്രത്തും അള്ളാഹുവിന്റെ ചിന്തയും ചേർന്ന് വരുന്ന രൂപത്തിലുള്ള ഹദീസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹദീസുൽ ഖുദ്സി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഹദീസുകളെ പറ്റിയിട്ടൊക്കെ ഒരു ചെറിയ ഒരു അവഗാഹം നിങ്ങൾക്കിടയിൽ ഉണ്ടാവണം. ഇനി ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, ഖുർആനിനെ നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. ചില എക്സാമുകളിൽ നമുക്ക് കാണാം, ഖുർആൻ തന്നിട്ട് ഖുർആനിലെ ചില ആയത്തുകൾ തന്നുകൊണ്ട് അതിനെ പൂർത്തിയാക്കാൻ കാണാൻ പറ്റും. നിങ്ങൾ പ്രധാനമായിക്കൊണ്ടും 1 മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ഖുർആനിക ആയത്തുകൾ ഒന്ന് വായിച്ചിട്ട് പോകാൻ ശ്രമിക്കണം. കാരണം ആ ആയത്തുകളൊക്കെയാണ് സാധാരണ രൂപത്തിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഇസ്മുൽ അഖ്തൽ. അഖ്തലിന്റെ പേരെന്താണ്? അബൂ മാലിക് ഖയ്യാസ് ബിൻ ഔസ്, അബൂ ഹിർസ അറ്റിയ, അബൂ മാലിക് ജമീൽ ബിൻ അഖ്തൽ, അബുൽ മാലിക് അഖ്തൽ ബിൻ ജമീൽ. യെസ്, കറക്റ്റ് ആണ്. അബു മാലിക് ഖയ്യാസ് ബിൻ ഔസ് അത്തഗ്ലബി എന്നുള്ളതാണ് അഖ്തലിന്റെ പൂർണ്ണനാമം. അബൂ ഹിർസ ബിൻ അറ്റിയ അല്ലെങ്കിൽ അബൂ ഹിർസ ജരീർ ബിൻ അറ്റിയ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ജരീറാണ്. അപ്പൊ വളരെ പ്രധാനമാണ്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് പേര് മാത്രം തരാറുണ്ട്. ഇപ്പൊ അബൂ മാലിക് ഖയ്യാസ് ബിൻ ഔസ് എന്നറിയുന്നത് അഖ്തലാണ്. അബൂ ഹിർസ ബിൻ അറ്റിയ എന്നറിയുന്നത് ജരീറിന്റെ പേരാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, അലസ്തും ഖൈറു മൻ റകിബൽ മതായ വഅൻതൽ ആലമീന ബിതൂനി റാഹ. അലസ്തും നിങ്ങളല്ലയോ, ഖൈറുൻ മൻ റകിബൽ മതായ, അതായത് ഖൈറു മൻ റകിബൽ മതായ, കുതിരപ്പുറത്ത് കയറുന്നവരിൽ ഏറ്റവും ഉന്നതൻ നിങ്ങളല്ലയോ, വഅൻതൽ ആലമീന ബിതൂനി റാഹൻ, ലോകത്ത് തന്നെ വിശാലമായി കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും നിങ്ങളല്ലയോ എന്ന് ആരാണ്
അബ്ദുൽ മലിക് ബിൻ മർവാനെ കുറിച്ച് മദ്ഹ് ചെയ്തുകൊണ്ട് പാടിയത്? ജരീറാണോ, ഫറസ്തക്കാണോ, അഖ്തലാണോ, ഹത്തയാണോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഉത്തരം ഓപ്ഷൻ എ, ജരീറാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അബ്ദുൽ മലിക് ബിൻ മർവാനെ കുറിച്ച് ഇങ്ങനെ പാടുന്നത്. എന്താണ് പാടിയത്? അലസ്തും ഖൈറു മൻ റകിബൽ മതായ വഅൻതൽ ആലമീന ബിതൂനി റാഹൻ എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ജരീർ ഈ പറയുന്ന അബ്ദുൽ മലിക് ബിൻ മർവാനെ കുറിച്ച് മദ്ഹ് ചെയ്ത് പാടുന്നത്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഈ അമവി കാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള 3 സാഹിത്യകാരന്മാരും നിരൂപകന്മാരും കവികളുമായിരുന്നു ഈ പറയുന്ന അഖ്തല്, ഫറസ്തക്ക്, ജരീർ എന്ന് പറയുന്നവർ. ഇവര് 3 പേരും പ്രശസ്തയാകുന്നത് എന്തിന്റെ വിഷയത്തിലാണെന്ന് വെച്ചാൽ നക്കായിദ് എന്ന് പറയുന്ന ഒരു ഫന്നിലാണ്. നക്കായിദ് എന്ന് പറയുന്ന ഫന്നിലാണ് അവര് പ്രശസ്തരാകുന്നത്. ഇപ്പൊ നക്കായിദ് എന്ന് പറയുന്നത് അഖ്തലും ഫറസ്തക്കും ജരീറും ചേർന്ന് കൊണ്ട് എഴുതുന്ന കവിതകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർ തമ്മിലുള്ള തമ്മിലടികളെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള നക്കായിദ് എന്ന ഓമര പേരിട്ട് നമ്മൾ വിളിക്കാറുള്ളത്. അപ്പൊ ഇത് മറക്കരുത്, എക്സാമിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. കുറച്ചുകൂടി ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾ പഠിക്കണം. സമയത്തിന്റെ ചുരുക്കം കൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്നും കുറച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ക്ലിയർ ആണല്ലോ അല്ലെ? ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. മിൻ അഅ്ലാമി മദ്റസത്തുൽ കൂഫിയ ഫി നഹ്വ്. നെഹ്വ് നമ്മൾ അറിയാം, അബ്ബാസിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ കൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അബ്ബാസിയ കാലഘട്ടമായിരുന്നു. അപ്പൊ അബ്ബാസിയ കാലഘട്ടത്തിലെ കുറെ ഇൽമുകൾ വന്നിട്ടുണ്ട്. റിയാദിയാത്ത്, ബസ്, അതുപോലെ തന്നെ മാത്സ്, സയൻസ്, സോഷ്യോളജി, ആസ്ട്രോണമി, ഫിസിക്സ്, കെമിസ്ട്രി, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് അറബിക് ഗ്രാമറിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയാം. അപ്പൊ അതിനെ തന്നെ പല സ്കൂളുകളായി കൊണ്ട് നമ്മൾ തരംതിരിക്കാറുണ്ട്. മദ്റസത്തുൽ ബസ്റ എന്നും മദ്റസത്തുൽ കൂഫ എന്നുമാണ് പ്രധാനപ്പെട്ട 2 സ്കൂൾ ഓഫ് ഗ്രാമർ നമ്മൾ അറിയപ്പെടുന്നത്. അതിൽ കൂഫ സ്കൂൾ ഓഫ് ഗ്രാമറിൽ പെട്ട വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, മിബിരിദാണോ, ഇമാം കസായി ആണോ, ഖലീൽ ബിൻ അഹ്മദ് ആണോ, സീബവൈഹി ആണോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും വളരെ സന്തോഷം, നിങ്ങളുടെ ഉത്തരം കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും ശരിയാക്കുന്നുണ്ട് ഉത്തരം. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീഖ്. വളരെ സന്തോഷമുണ്ട് കാണുമ്പോൾ ഉത്തരം ശരിയാണ്, കസായി തന്നെയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, കൂഫയിലുള്ള വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് കസായിയും ഇമാം ഫർറാവും. ആരൊക്കെയാണ്? ഇമാം കസായിയും ഇമാം ഫർറാവും കസായിയും. ഇവർ 2 പേരാണ്. പേര് പറഞ്ഞു പഠിക്കുക. കസായിയും ഫർറാവും, ഇവർ 2 പേരാണ് പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കാറുള്ള കൂഫിയാക്കളായിട്ടുള്ള മസലാംഗങ്ങൾ. ബസ്രയിലുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റു 3 ആൾക്കാരെ കുറിച്ച് ഈ പേര് തന്നെ അങ്ങ് പഠിക്കുക. മിബരിദ്, ഖലീൽ ബിൻ അഹ്മദ്, സീബവൈഹി. ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. ഓക്കെ, ഇനി കസായി ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് കിതാബുൽ മആനി അൽ ഖുർആൻ. മആനി അൽ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. കസായി ഇമാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കിതാബ് മആനി അൽ ഖുർആൻ. ഇനി കാമിൽ അൽ കാമിൽ ഫിൽ ലുഗ വൽ അദബ്, കാമിൽ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെയാണ് മുബദ്ദിദ് പ്രശസ്തനാകുന്നത് കാമിൽ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ഖലീൽ ബിൻ അഹ്മദ് പ്രശസ്തനാകുന്ന കുറെ വിഷയങ്ങളുണ്ട്. അതിൽ ഓരോന്നും ഞാൻ പറയാം. ഒന്ന്, നഹ്വില് അദ്ദേഹം പ്രശസ്തനാണ്. അറൂദയിൽ അദ്ദേഹം പ്രശസ്തനാണ്. അതോടൊപ്പം തന്നെ കിതാബു അൽ ഐൻ എന്ന് പറയുന്ന ഡിക്ഷണറി കൊണ്ടും അദ്ദേഹം പ്രശസ്തനാണ്. ഈ 3 വിഷയങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഖലീൽ ബിൻ അഹ്മദ് ആയിരുന്നു ഇൽമുൽ അറൂദിൽ 15 ബഹറുകൾ കൊണ്ടുവന്ന വ്യക്തി. ആരാണ്? ഖലീൽ ബിൻ അഹ്മദ് ആണ്. ക്ലിയർ അല്ലേ? അതെ, സീബവൈഹിം നഹ്വിന്റെ ആളല്ലേ? അതെ, സീബവൈഹിം നഹ്വിലെ ഒരു പ്രശസ്തനായിട്ടുള്ള നഹ്വി പണ്ഡിതനാണ് അത് സീബവൈഹിം എന്നുള്ളത്. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബസ്ര എന്ന് പറയുന്ന ബസ്രയിൽപ്പെട്ട ഒരു സ്കൂൾ ഓഫ് നഹ്വിൽപ്പെട്ട വ്യക്തിയാണ് സീബവൈഹി. യെസ്. അടുത്തത് അറബി സാഹിത്യത്തിലുള്ള സുവർണ കാലഘട്ടം എന്ന് പറയപ്പെടാനാകുന്നത് ഏത് കാലഘട്ടത്തിലേക്ക് ചേർത്തുകൊണ്ടാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലേക്കാണോ,
ഖുലഫാഉ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലേക്കാണോ, അബ്ബാസി കാലഘട്ടത്തിലേക്കാണോ, അഹദിൻ നഹ്ലത്തുൽ ഹദീസ ആധുനിക നവോത്ഥാന കാലഘട്ടത്തിലേക്ക് ചേർത്ത് കൊണ്ടാണോ അസുറുൽ ദഹബി എന്ന് നമുക്ക് വിളിക്കാനാവുക? യെസ്, അബ്ബാസി കാലഘട്ടത്തിലാണ്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏകദേശം 656 ഹിജറ വരെ, 132 ഹിജറ മുതൽ 656 ഹിജറ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു കാലഘട്ടമാണെന്ത് ഈ പറയുന്ന അബ്ബാസിയ കാലഘട്ടം എന്ന് പറയുന്നത്. ഏകദേശം ഒരു 6 നൂറ്റാണ്ട് കാലം എന്നൊക്കെ നമുക്ക് പറയാം അബ്ബാസിയ കാലഘട്ടം. അത്രയേറെ വളരെ വിശാലമായിക്കൊണ്ട് AD 750 മുതൽ 1258 വരെ നീണ്ടു നിന്നൊരു കാലഘട്ടം. അക്കാലഘട്ടത്തില് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്കപ്പുറത്തേക്ക് തന്നെ ഇസ്ലാമിൽ ഒരുപാട് വൈജ്ഞാനിക, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടായ ഒരു കാലഘട്ടമാണ്. കാലഘട്ടത്തിലായിരുന്നു ഇബ്നു സീനയുടെ ഇന്നും മെഡിക്കൽ രംഗത്തുള്ള വിദ്യാർത്ഥികളുടെ ഒരു മസാദ്, നമ്മൾ പറയും അഹ്മു മസാദിർ അല്ലെങ്കിൽ ഉമ്മഹാത്തുൽ കുത്തുബ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഇബ്നു സീനയുടെ ഖാനൂൻ എന്ന് പറയുന്ന പുസ്തകം, അതൊക്കെ ഇന്നും പ്രശസ്തയാകുന്നത് അബ്ബാസിയ കാലഘട്ടത്തിന്റെ ഒരു ആസാർ എന്ന രൂപത്തിലാണ്. ഞാൻ ഈ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അൽ മുഅല്ലിഫുൽ കിതാബുൽ മഷ്ഹൂർ ഖാനൂൻ ഫി തിബ്ബ്, അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇബ്നു സീന, ഇബ്നുൽ ഹൈത്തം, ഇബ്നു റുഷ്ദ്, ഇബ്നു ഖൽദൂൻ. ഓക്കെ, കറക്റ്റ് ആണ്, ഇബ്നു സീന. ഇദ്ദേഹത്തെ സാധാരണ അറിയപ്പെടാറുള്ളത് അവിസന്ന എന്ന് പറയുന്ന ഒരു നാമത്തിലൂടെയാണ് ഈ പാശ്ചാത്യ ലോകത്ത് ഇദ്ദേഹത്തെ വിളിക്കപ്പെടാറുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വ്യക്തിയാണ് ഇബ്നുൽ ഹൈസം. അദ്ദേഹം ഇൽമുൽ ബസ്രിയാത്തിലെ വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കിതാബുൽ മനാദിർ. അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇൽമുൽ ബസ്രിയാത്തിൽ പ്രശസ്തനാകുന്ന വ്യക്തിയാണ്, അതായത് ഒഫ്തമോളജിയിലല്ലോ, നമ്മുടെ ഒഫ്താലോമോളജി, അത് പ്രശസ്തനാകുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഇബ്നുൽ ഹൈത്തം. അദ്ദേഹം കൊണ്ടുവന്ന പുസ്തകമാണ് ഇൽമുൽ ബസ്രിയാത്ത് എന്ന് പറയും. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2023-ലോ 2022-ലോ ഇദ്ദേഹത്തിന്റെ വാർഷികമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ വാർഷികമായി കൊണ്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ് ഇബ്നു ഹൈത്തമിനെ കുറിച്ചിട്ട്. പിന്നെ ഇബ്നു റുഷ്ദിന്റെ തഹാഫത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇമാം ഗസാലിയുടെ തഹാഫത്തുൽ ഫലാസഫയ്ക്ക് റദ്ദ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഇബ്നു റുഷ്ദിന്റെ തഹാഫത്ത്. ഇനി ഇബ്നു ഖൽദൂനിലേക്ക് വരികയാണെങ്കിൽ കിതാബുൽ ഇബർ വ ദീവാനുൽ മുബത്തദ എന്നറിയപ്പെടുന്ന മുഖദ്ദിമ എന്ന് നമ്മൾ പിന്നീട് വിളിച്ചിട്ടുള്ള മുഖദ്ദിമത്ത് ഇബ്നുൽ ഖൽദൂൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഇബ്നു ഖൽദൂൻ. ഓക്കെ, അപ്പൊ 4 പേരും വളരെ പ്രശസ്തമായിട്ടുള്ള 4 പുസ്തകത്തിന്റെ ഓതറാണ്. അതുകൊണ്ട് നിർബന്ധമായിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ കിതാബുൽ ഇബറിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ പറയും. ഇബ്നു ഖൽദൂൻ എന്ന് പറഞ്ഞ ഏത് കിതാബ് എന്ന് പറഞ്ഞു? കിതാബ് മുഖദ്ദിമ എന്ന് പറയുന്ന ഒരു മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ നമ്മൾ പറയും. മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ എന്ന് മുഖദ്ദിമ, അതായത് കിതാബുൽ ഇബർ വ ദീവാനുൽ മുബത്തദഇ വൽ ഖബർ മിൻ അയ്യാമിൽ അറബി വൽ അജം വൽ ബർബർ വ മിൻ അവാസിരിഹിം ദവി സുൽത്താനുൽ അക്ബർ എന്ന് പറയുന്ന വലിയ ഒരു പേരുള്ള പുസ്തകത്തിന്റെ ഓതറാണ് ആര്? ഇബ്നു ഖൽദൂൻ. ഇനി നേരത്തെ ചോദിക്കാൻ മറന്നുപോയ ഒരു ചോദ്യമാണ്. നമുക്ക് ഈ അബ്ബാമി കാലഘട്ടത്തിൽ നമുക്ക് കവികൾ മാത്രമല്ല ഉള്ളത്, കുറച്ചധികം ഗദ്യ സാഹിത്യകാരന്മാരും പ്രത്യേകിച്ച് പ്രസംഗത്തിൽ കുറച്ച് വ്യക്തികൾ ഉണ്ടായിരുന്നു. ഈ റസായിൽ, അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബിന്റെ ഒക്കെ റസായിൽ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ അക്കാലഘട്ടത്തിലെ ഒരു പ്രശസ്തമായ ഒരു വ്യക്തിയുടെ ഒരു കൗലാണ് അയ്യുഹന്നാസ്, ജനങ്ങളെ, ഐനൽ മഫർ അൽ ബഹ്റു മിൻ വറായിക്കും വൽ അജുബു അമാമിക്കും എന്ന് തുടങ്ങുന്ന ആ ഒരു കവിത, ഒരു വരി പ്രസംഗം ആരാണ് നടത്തിയത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ഞാൻ ഓപ്ഷനിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങളുടെ ഉത്തരം വളരെ ശരിയാണ്. തോരിഖ് ബിൻ സിയാദ് ആണ് എന്ത് ചെയ്യുന്നത്? തോരിഖ് ബിൻ സിയാദാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം തോരിഖ് ബിൻ സിയാദ് ഇദ്ദേഹം സ്പെയിൻ കീഴടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സംഘം പോവാണ്.
ആ സമയത്ത് ലദിരീക്ക് രാജാവിനെ നേരിടുകയും ലദിരീക്ക് രാജാവിന്റെ സൈന്യത്തെ കാണുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സൈന്യം പിന്തിരിഞ്ഞോടാൻ പോകുന്ന സമയത്ത് തന്റെ ജനതയോട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, അയ്യുഹന്നാസു, ജനങ്ങളെ, അയൽ മഫർ, നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ അഭയസ്ഥാനം? അൽ ബഹറു മിൻ വറായിക്കും, നിങ്ങളുടെ പിറകിൽ എന്തുണ്ട്? കടലുണ്ട്. വൽ അദുവ്വു അമാമക്കും, നിങ്ങളുടെ മുമ്പിലെ ശത്രുക്കളുമാണ്. നിങ്ങൾക്ക് ഇനിയുള്ളത് എന്താണ്? അവരോട് പോരടിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം കപ്പലൊക്കെ കത്തിച്ച് കളയുന്നുണ്ട്. ഇദ്ദേഹം സംഘവും പോയിട്ടുള്ള കപ്പലൊക്കെ മുപ്പത് കത്തിച്ചു കളഞ്ഞതിന് ശേഷമാണ് ആ സംഘത്തോട് ഇദ്ദേഹം പറയുന്നത്. സിയാദ് ബിൻ അബീഹ് വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ്, അക്കാലഘട്ടത്തിലെ പ്രാസംഗികനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ അറിയപ്പെടുന്നത് ഖുതുബത്തുൽ ബത്തറാ എന്ന അപരനാമത്തിലാണ്. എന്താണ്? ഖുതുബത്തുൽ ബത്തറാ എന്ന അപരനാമത്തിലാണ്. ഇനി വളരെ പ്രശസ്തനായ മറ്റൊരു വ്യക്തിയാണ് ഹജ്ജാജ് സഖഫി അഥവാ ഹജ്ജാജ് ബിൻ യൂസുഫ്. അദ്ദേഹം വളരെ പ്രശസ്തനാണ്, കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്നീലി അറാറൂസൻ, അതാണ് ചോദിക്കുക. ഞാൻ കുറച്ച് തലകളെ കാണുന്നുണ്ട്. കത് ഐനഅത്ത്, അത് പാകമായി നിൽക്കുന്ന ചില തലകളെ കാണുന്നുണ്ട് എന്ന് തുടങ്ങുന്ന ആ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള, നിങ്ങൾ ബലാഗയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പം എനിക്ക് തോന്നുന്നു ഇസ്തിയാറയിലോ മജാസിലോ നിങ്ങൾ പഠിച്ചൊരു ഭാഗമാണ്. അപ്പോ എന്ന് പറയുന്ന ആ മനോഹരമായിട്ടുള്ള ആ പ്രസംഗത്തിന്റെ എന്താണ് ആള് ഹജ്ജാജാണ്. പിന്നെ സുഹ്ബാൻ വായിൽ പ്രശസ്തനാണ്, കാരണം അദ്ദേഹത്തിന്റെ നീണ്ട പ്രസംഗങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത്. അദ്ദേഹം ഒരു സുബൈക്ക് പ്രസംഗം തുടങ്ങി കഴിഞ്ഞാല് എന്താണ്, അദ്ദേഹം വൈകുന്നേരം വരെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം ആ പ്രസംഗത്തിലേക്ക് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ വരികളിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങൂല. ഒരു വാക്ക് പിന്നെ ആ പ്രസംഗത്തിലുള്ള അദ്ദേഹം സംസാരിക്കില്ല. അങ്ങനെ വളരെ വലിയ വാക്ചാതുര്യത ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ആര്? ഈ പറയുന്ന സുഹ്ബാൻ വായിൽ. ഇനി അടുത്തൊരു ചോദ്യം, മനുഷ്യായുൽ അബ്ബാസ് അല്ലദി ഇൻതലഅത് ഹയാതുഹു വഫിക്റുഹു ബിസനായിയത്തിൻ തവാദ് മിസലൻ അൽ ഹയാ വൽ മൗത്ത് അത്തഫാഉൽ വതശാഉ. അതായത് ഒരു അബ്ബാസി കവിയാണ്. അബ്ബാസി കവിയുടെ ജീവിതം ചിന്തയും എന്ന് പറയുന്നത് ഒരു ദ്വയത്വത്താലാണ്. അതായത് എന്താണ്, ഒരു കോൺട്രഡിക്ഷൻ നിറഞ്ഞതാണ്. അതായത് ഒന്നുകില് ജീവിതം അല്ലെങ്കിൽ മരണം, ഒന്നുകില് ഹാപ്പിനെസ് അല്ലെങ്കിൽ പെസിമിസം. ഈ രണ്ട് വിഷയത്തില് ശുഭപ്രതീക്ഷയും പെസിമിസം ഇങ്ങനെ പറഞ്ഞ ഒരു കംപ്ലീറ്റ്ലി ഒരു പ്രശ്നം നടന്നിരുന്ന ഒരു കവി ആരാണ്? മുഹ്തരിയാണ്, അബുത്തമ്മാണ്, മുത്തനബിയാണ്, മഅരിയാണ്. അബുൽ അല മഅരിയാണ്. കാരണം മുപ്പത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം കുറെ കാലം വീട്ടിലൊന്നും ഇറങ്ങാതെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മഅരി എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ, അത് വാർദ്ധക്യമാകുന്ന കവിതത്തിന്റെ ലസൂമിയാത്തും ഒക്കെ വളരെ പ്രശസ്തമായ പുസ്തകങ്ങളാണ്. അത് എക്സാമിൽ ഇങ്ങനെ ചോദിച്ച് കാണാറുണ്ട്. ഇനി മനില്ലതി മദഹ സൈഫുദ്ദൗല, സൈഫുദ്ദൗലയെ മദഹ് ചെയ്ത കവിയാരാണ്? അബുൽ അല മഅരി, മുത്തനബി, അഹ്മദ് ഫാരിസ് ഷദിയാക്ക്, അബൂ നിവാസ്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. മുത്തനബിയാണ്. ഓക്കെ, മുത്തനബിയും സൈഫുദ്ദൗലയും തമ്മിൽ വല്ലാതെ പ്രണയബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. വലിയൊരു പ്രണയമല്ല ഉദ്ദേശിച്ച, നല്ല ഒരു നല്ല ഒരു അഭേദ്യമായ ബന്ധം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹം തമ്മിലുള്ള ഈ മുത്തനബിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കവിതകൾ ചോദിക്കാറുണ്ട്. ഇപ്പം അൽ ഖൈല് വല്ലൈല് വൽ ബൈദാഉ തഅരിഫുനി വസൈഫു വറുംഹു വൽ ഖിർതാസു വൽ കലമി എന്ന് തുടങ്ങുന്നൊക്കെ വരികളുണ്ട്. നിങ്ങൾക്കറിയാം, രാത്രിയും പകലും ഇരുട്ടും വെളിച്ചവും പേനയും പേപ്പറും ഒക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് മുത്തനബി എന്നൊക്കെ സ്വന്തമായിട്ട് മദ്ഹ് പാടിയ ഒരു വ്യക്തിയാണ് ഈ മുത്തനബി. അബുത്തയ്യിബ് അൽ മുത്തനബി എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം. അദ്ദേഹം അബ്ബാസി കവിയായിരുന്നു. അദ്ദേഹം സൈഫുദ്ദൗലയെയും അതോടൊപ്പം തന്നെ കാഫൂർ അൽ ഖിഷീദിയെ മദ്ഹ് ചെയ്യുന്നുണ്ട്. ഇനി ഇദ്ദേഹം മുത്തനബി എന്ന് വാദിക്കാൻ കാരണം ഇദ്ദേഹം നബിയാണെന്ന് കൂഫയിൽ വെച്ച് വാദിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തെ മുത്തനബി എന്ന ചുരുക്കപ്പേരിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഇനി അബുൽ അല മഅരിയും അബൂ നിവാസ് ആണ് നിങ്ങൾക്ക് അറിയാവുന്നത്. ഇത് ഫന്നുൽ ഖംറിയാത്ത് എന്ന് പറയുന്ന ഒരു കവിയാണ് ഈ അബൂ നിവാസ്.
ഓക്കെ, അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരുപാട് ഖംറിയാത്ത് കവിതകൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ യാ റബ്ബി ഇന്ന അളമത് ദുനൂബി കസീറത്തുൻ വഗഫറത് ഇന്ന റബ്ബക അഅലമു എന്ന് തുടങ്ങുന്ന ഒരു തൗബയിലുള്ള വരിയൊക്കെ എക്സാമിന് ഇങ്ങനെ ചോദിച്ചു കാണാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. അതുപോലെ തന്നെ അബുൽ അലാമാരെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അഹമ്മദ് ഫാരിസ് ഷദിയാക്ക് അബ്ബാസി സാഹിത്യകാരനല്ല. അദ്ദേഹം പ്രശസ്തനാകുന്നത് മക്കാമാത്ത്, അദ്ദേഹത്തിന്റെ പ്രശസ്തമാകുന്ന പുസ്തകം എന്ന് പറയുന്നത് അസാഖിൻ അലാ സാഖ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെയാണ് എക്സാമിന് നമുക്ക് അദ്ദേഹം പ്രശസ്തനാകുന്നത്. അസാഖു അലസാഖ്, ഇതാണ് എക്സാമിന് ചോദിക്കാത്ത തഹ്രീറുൽ മർഇലുള്ള അഥവാ സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹം ഒരു ലബനാനി സാഹിത്യകാരനാണ്. 1804 ജനിച്ചു, 1887 മരിച്ച ലബനാനി സാഹിത്യകാരനാണ് അഹമ്മദ് ഫാരിസ് ഷദിയാക്ക്. ഓക്കെ, ബാക്കിയുള്ള പറയപ്പെട്ട 3 വ്യക്തികളും അബ്ബാസി സാഹിത്യകാരന്മാരായിട്ട് വരും. എക്സാമിന് ഈ ചില ആൾക്കാർ തന്നിട്ട് ഇഖ്തറഷാദൊക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാം. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പുസ്തകമാണ് അൽ ഇസ്മുൽ അസ്ലി കിതാബ് ഇബ്നു ഖല്ലിഖാൻ. ഇബ്നു ഖല്ലിഖാന്റെ പുസ്തകത്തിന്റെ പേരെന്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല. ഇബ്നു ഖല്ലിഖാന്റെ പുസ്തകത്തിന് കിതാബുൽ അഗാനി എന്നാണ് പറയാ, കിതാബുൽ ഇബറി വദിവൽ മുബ്തദ വൽ ഖബർ എന്നാണ് പറയാ, വഫിയാത്തുൽ അയ്യാൻ അഅബാൻ അൽ അയ്യാൻ അബ്നാഇ അംബാഇ സമാൻ എന്നാണ് പറയാ, ഖസായിസ് എന്നാണ് പറയാ. വഫിയാത്തുൽ അയ്യാൻ ലി അബ്നാഇ അംബാഇ സമാൻ എന്നാണ് പറയാ. മുഖദ്ദിമ എന്നുള്ള പുസ്തകം, അതാണ് കിതാബുൽ ഇബറി വദിവൽ മുബ്തദ വൽ ഖബർ. അത് എഴുതുന്നതാരാണ്? ഇബ്നു ഖൽദൂനാണ്. ഇബ്നു ഖല്ലിഖാൻ അല്ല, രണ്ട് പേരാണ്. കിതാബുൽ അഗാനി എന്നുള്ളത് അബുൽ ഫർജുൽ അസ്ഫഹാനി എഴുതിയ പുസ്തകമാണ്. 50 ആ പുസ്തകത്തിന് ഒരുപാട് സവിശേഷതകളുള്ള ഒരു പുസ്തകമാണ്. ഉമ്മഹാത്തുൽ കുത്തുബിൽ പെട്ട ഒരു പുസ്തകമാണ് ഈ പറയുന്ന കിതാബുൽ അഗാനി എന്ന പുസ്തകം. പിന്നെ ഖസായിസ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് ആരാണ്? ഇബ്നു ജന്നിയാണ്. ആരാണ്? ഇബ്നു ജന്നിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ 4 പുസ്തകങ്ങളും. എഴുത്തുകാരും ഒന്നും കൂടി പഠിക്കാം നമുക്ക്. കിതാബുൽ അഗാനി അബുൽ ഫർജുൽ അസ്ഫഹാനി, ഇപ്പൊ തന്നെ കേട്ട് പഠിച്ചോട്ടോ. പിന്നെ കിതാബുൽ ഇബറി വദിവൽ മുബ്തദ വൽ ഖബർ, അതായത് മുഖദ്ദിമ ഇബ്നു ഖൽദൂൻ, വഫിയാത്തുൽ അയ്യാൻ ഇബ്നു ഖല്ലിഖാൻ, ഖസായിസ് ഇബ്നു ജന്നി. ഓക്കെ, അഗാനി അബുൽ ഫർജുൽ അസ്ഫഹാനി, മുഖദ്ദിമ ഇബ്നു ഖൽദൂൻ, വഫിയാത്തുൽ അയ്യാൻ ഇബ്നു ഖല്ലിഖാൻ, ഖസായിസ് ഇബ്നു ജന്നി. ഇങ്ങനെ പറഞ്ഞു പഠിച്ചാൽ മതി, അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അടുത്തൊരു ചോദ്യം, മിൻ ദവാബീനി നാസിക്കുൽ മലായിക്ക. നാസിക്കുൽ മലായിക്കയുടെ ദീവാനിന്റെ പേരെന്താണ്? ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ പഠിത്തുന്ന അതാണ്. ഓർമ്മ ഉണ്ടാവുന്ന എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ പാടിത്തന്നതായിട്ട് ചെറിയൊരു ഓർമ്മയുണ്ട്. അപ്പം ഇതിൽപ്പെട്ട നാസിക്ക് മലായിക്കയുടെ ദീവാനിൽപ്പെട്ടത് ഏതാണ്? ജദാവിലാണോ, ഹയാത്തി വിനഷിയറാണോ, ആഷിഖത്തുൽ ലൈലാണോ, ഹബീബത്തി തൻഹലു മിൻ നൗമിഹയാണോ? ഓ, നിങ്ങൾക്ക് ഓർമ്മയുള്ളത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഉത്തരം ശരിയാണ്, ആഷിഖത്തുൽ ലൈലി എന്നുള്ളതാണ്. ആഷിഖത്തുൽ ലൈലി, ഷലായ വറുമാദി, അല്ലെ? അങ്ങനെ തുടങ്ങിയ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ഷജറത്തുൽ ഖമരി എന്നൊക്കെ പറഞ്ഞിട്ട്, ഷജറത്തുൽ ഖമറൊക്കെ മുമ്പ് എക്സാമിന് ചോദിച്ച പുസ്തകമാണ്. ഇനി ജദാബില്, ഖമായില്, തിബറു വ തുറാബ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുസ്തകങ്ങൾ വരുന്ന ആർക്കാണ്? ഈലിയ അബു മാലിക്കാണ്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലെ സാഹിത്യകാരനാണ്? ഏത് കാലഘട്ടത്തിലെ സാഹിത്യകാരനാണ്? നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ നോക്കട്ടെ. അതന്നെ, മഹ്ജർ. യെസ്, മഹ്ജർ സാഹിത്യകാരനാണ്. ആര്? ഈ പറയുന്ന ഈ ഈലിയ അബു മാലി. വെരി ഗുഡ്, സെറ്റ്. ഇനി അടുത്തത് ഹബീബത്തി തൻഹലു മിൻ നൗമിഹ. അത് മഹ്മൂദ് ദർവേഷിന്റെ ആണ്. മഹ്മൂദ് ദർവേഷ് ഏത് കാലഘട്ടത്തിലെ വ്യക്തിയാണ്? ഇവിടെ പറഞ്ഞതാണ്. മഹ്മൂദ് ദർവേഷ് അടിപൊളി. അദ്ദേഹം അസുൽ ഹദീസിലെ വ്യക്തിയാണ്. അദ്ദേഹം പ്രശസ്തനാകുന്നത് ഈ പറയുന്ന ഷിറുൽ മുക്കാവമയിലാണ്. ഷിറുൽ മുക്കാമ ഫലസ്തീന കവിയാണ്. ഓക്കെ, ഞാനൊരു കാര്യം ടൈപ്പ് ചെയ്തിട്ടേക്കാവേ, നിങ്ങൾ അതിന് സമയമാകുമ്പോ നിങ്ങൾ മറുപടി തന്നാൽ മതി. ശരി, അവലു ദീവാനിൻ
അവലു ഷാഇറുൻ അറബിയുൻ കതബ ഷഅറൻ റൊമാൻസിയൻ ബിഇസ്മി അൽ മസാ. അൽ മസാ എന്ന പേരില് ആദ്യമായി കൊണ്ട് ഒരു റൊമാൻറ്റിക് കവിത എഴുതുന്ന കവി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. മഹ്മൂദ് സാമി അൽ ബാറൂദി ആണോ, ഖലീൽ മുത്റാൻ ആണോ, ജിബ്രാനുൽ ഖലീൽ ജിബ്രാൻ ആണോ, ഇബ്രാഹിം നാജി ആണോ? ഓക്കെ, അപ്പോ ചാറ്റ് ബോക്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. എനിവേ ഓക്കെ, അവല് ഷാഇറുൻ അറബിയുൻ കതബ ഷിഅറൻ റൊമാൻസിയൻ ബിഇസ്മി അൽ മസാ. അൽ മസാ എന്ന പേര് റൊമാൻറ്റിക് കവിത എഴുതിയ ആദ്യത്തെ അറബി കവിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയാണ്, ഖലീൽ മുത്റാൻ. ഖലീൽ മുത്റാന്റെ ആദ്യത്തെ റൊമാൻറ്റിക് കവിതയാണ് അൽ മസാ. 1905 ആണ് ഖലീൽ മുത്റാൻ അറബി കവിതയിൽ റൊമാൻറ്റിസത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞതും 1908 അദ്ദേഹം മജല്ലത്തുൽ മിസ്രിയയിൽ മസാ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് റൊമാൻറ്റിക് കവിത കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഖലീൽ മുത്റാനെ നമ്മൾ അറിയുന്ന റായിദ് ഷിഅറു റുമാൻസിയ എന്നാണ്. അങ്ങനെ റായിദ് ഷിഅറു റുമാൻസിയ ഫിൽ അദബുൽ അറബി എന്നാണ് ഖലീൽ മുത്റാൻ അറിയപ്പെടുന്നത്. അതേപോലെ ജിബ്രാൻ ഖലീൽ ജിബ്രാനെ അറിയപ്പെടുന്നതാകട്ടെ റായിദു റുമാൻസിയ ഫിൻ നസറുൽ അറബി എന്നാണ്. അറബി ഗദ്യ സാഹിത്യത്തിലെ റായിദ് റുമാൻസിയ എന്നറിയപ്പെടുന്നത് ആരാണ്? ജിബ്രാൻ ഖലീൽ അഥവാ ജിബ്രാൻ ഖലീൽ ജിബ്രാനെയാണ്. ക്ലിയർ അല്ലേ? ഇനി റായിദ് ഷിഅറുൽ ഹദീസ് എന്നറിയപ്പെടുന്നത് മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. എന്താണ്? മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. ഇബ്രാഹിം നാജി എന്ന വ്യക്തി അപ്പോളോ, ജമാഅത്ത് അപ്പോളോ നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ജമാഅത്ത് അപ്പോളോ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അഹമ്മദ് സക്കി അബൂഷാദി കൊണ്ടുവന്ന ജമാഅത്ത് അപ്പോളയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റൊമാൻറ്റിക് സാഹിത്യ എഴുത്തു കവിയാണ് ഇബ്രാഹിം നാജി. അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ്. 2 കാര്യങ്ങൾ ഓർത്തു വെക്കണം. എക്സാമിന് ചിലപ്പോൾ അദ്ദേഹം ഏത് ധാരയിൽപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിക്കാം, അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കാം ഇബ്രാഹിം നാജിയെ പറ്റി. ഇനി അടുത്തത് ഷിയ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണെ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. ഹിയ അൽ ജരീദത്തുൽ അറബിയ അല്ലദി അസ്തറഹ ജമാലുദ്ദീൻ അൽ അഫ്ഗാനി മുഹമ്മദ് അബ്ദുൽ പാരിസ്. ഈ പാരീസിൽ വെച്ച് ഈ ജമാലുദ്ദീൻ അഫ്ഗാനി മുഹമ്മദ് അബ്ദുൽ തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. ആ സമയത്ത് അവര് പാരീസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ജരീദയുടെ പേരെന്താണെന്നാണ് ചോദ്യം. ഉർവത്തുൽ ഉസ്കയാണോ, ഹിലാലാണോ, റിസാലയാണോ, അൽ വഖായുൽ മിസ്രിയൻ? അല്ല, ഉർവത്തുൽ ഉസ്ക എന്നുള്ളതാണ് വളരെ ശരിയായ ഉത്തരാണ്. അല്ല, ഉർവത്തുൽ ഉസ്ക എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓക്കെ, അത് റിസാല എന്ന് പറയുന്നത് അഹമ്മദ് ഹസൻ സയ്യാത്തിന്റെ. അഹമ്മദ് ഹസൻ സയ്യാത്ത് കേട്ടിട്ടുണ്ടാവില്ലേ? സയ്യാത്ത് എന്ന് കേട്ടിട്ടില്ലേ? സയ്യാത്തിന്റെ പുസ്തകം നോക്ക്, തുർജി സൈദാന്റെ പുസ്തകം നോക്കുന്നൊക്കെ നിങ്ങൾ PGക്കൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും. ആ സയ്യാത്ത് തന്നെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സയ്യാത്ത് ആരാണോ ആ സയ്യാത്ത് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ജരീദയാണ് റിസാല എന്നുള്ളത്. ഇനി വക്കായുൽ മിസ്രിയുടെ പ്രത്യേകത എന്താ? വക്കായുൽ മിസ്രിയ നിങ്ങൾക്കറിയാലോ. അവല് റിവായത്ത് അല്ലേ? വക്കായുൽ മിസ്രി അവല് ജരീദത്തുൻ ഫിൽ ആലമിൽ അറബി. ആദ്യത്തെ നോവല, ആദ്യത്തെ അറബി പത്രമാണ് വക്കായുൽ മിസ്രിയ എന്നാണ് പറയപ്പെടാറുള്ളത്. ഓക്കെ, പത്രമാണെന്നാണ് പറയപ്പെടാറുള്ളത്. ഇനി അടുത്തത് ഫീ ദിലാൽ ഖുർആൻ എന്ന് പറയുന്നത് ആരുടെ തഫ്സീറാണ്? ഷുറാബിയുടെയാണോ, റഷീദ് ടില്ലയുടെയാണോ, സയ്യിദ് കുത്തുബിന്റെയാണോ, മുഹമ്മദ് അബ്ദയുടെയാണോ? ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. കുറെ ആൾക്കാർ ഉത്തരം ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ ഇപ്പോഴും മടി പിടിച്ചിരിക്കുന്നുണ്ട്. ഉറങ്ങുന്നവരെ ഉണർത്താനാകൂല, ഉണർത്താൻ പറ്റും, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ എന്തേലും പറ്റൂല, ഉണർത്താൻ പറ്റൂല എന്നുള്ളതാണ്. ഓക്കെ, സയ്യിദ് കുത്തുബിൻ്റെത് ഫീ ദിലാൽ ഖുർആൻ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് മനസ്സിലാക്കാണ്. അതേപോലെ
അതേപോലെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു തഫ്സീറാണ് അൽ മനാർ. അൽ മനാർ റഷീദ് റിളയുടെ. രണ്ട് മാറിപ്പോകരുത്. ഫീ ദിലാലുൽ ഖുർആൻ എന്നുള്ളത് സയ്യിദ് കുത്തുബിന്റെ ആണ്, റഷീദ് റിളയുടെയാണ് അൽ മനാർ. ഇപ്പൊ മാറി പോകാതെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പഠിച്ചോളി, മറക്കണ്ട. ഫീ ദിലാലുൽ ഖുർആൻ എന്നുള്ളത് സയ്യിദ് കുത്തുബിന്റെയും റഷീദ് റിളയുടെയാണ് ഇത് അൽ മനാർ എന്നുള്ളതും. ഓക്കെ, അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോവാതെ പഠിക്കുക. ഇനി അടുത്തത് ഖവാത്തിറു ഷായിർ ഇസ്മു ദീവാനുള്ളി. ഖവാത്തിറു ഷായിർ എന്ന് പറയുന്നത് ഒരാളുടെ ദീവാനാണ്. അത് തവക്കുൽ കർമാന്റെ ആണോ, മുഹമ്മദ് ബിൻ സഅദ് ദബലിന്റെ ആണോ, അഹമ്മദ് ബിൻ സഅദ് ദബലിന്റെ ആണോ, നവാൽ മുഹിനിയുടെ ആണോ ഖവാത്തിറു ഷായിർ? PSC എക്സാമിനും കേട്ടറ്റ് എക്സാമിനൊക്കെ കേട്ടറ്റിന് ചോദിച്ചിട്ടില്ല, പക്ഷെ PSC എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള ചോദ്യമാണ് ഇത്, ഖവാത്തിറു ഷായിർ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മാറാൻ വളരെ ചാൻസ് ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് റിലേറ്റബിൾ ആവാൻ കുറെ ചാൻസ് ഉണ്ട്. അപ്പൊ ഖവാത്തിറു ഷായിർ ആരുടേതാണെന്ന് മനസ്സിലാക്കിക്കോണേ. മുഹമ്മദ് ബിൻ സഅദ് ദുബലിന്റെ ആണെന്ത് ഖവാത്തിറു ഷായിർ എന്ന് പറയാം. ഖവാത്തിറു ഷായിർ. ഓക്കെ, ക്ലിയർ ആണെന്ന് മനസ്സിലായി. അടുത്ത ചോദ്യം, അലാ ഹാമിഷ് സീറ എന്ന് പറയുന്ന ആരാണ് എഴുതുന്നത്? മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണോ, തൗഫീഖുൽ അക്കമാണോ, ഹക്കീമാണോ, നജീം മഹ്ഫൂദ് ആണോ, ത്വാഹ ഹുസൈൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. അലാ ഹാമിഷ് സീറ. എ ഉണ്ട്, ഡി ഉണ്ട്, ബി ഉണ്ട്. നജീം മഹ്ഫൂദിനെ മാത്രം ആർക്കും വേണ്ടാന്ന് തോന്നുന്നു. അപ്പൊ അതും സമാധാനം. ഇവരാണ് ഒരു സമാധാനമായത്. എന്ത് ശരി ഉത്തരങ്ങളാണ് നിങ്ങൾ തന്നിട്ടുള്ളത്, തൃപ്തിയായിട്ടുണ്ട് കേട്ടോ. അലാ ഹാമിഷ് സീറ എന്ന് പറയുന്നത് ത്വാഹ ഹുസൈൻ രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് സീറത്തു നബവിയിലെ ഒരു പുസ്തകമാണ്, ത്വാഹ ഹുസൈന്റെ പുസ്തകമാണ്. അലാ ഹാമിഷ് സീറ. ഈ ത്വാഹ ഹുസൈൻ ഞാൻ മനസ്സിലാക്കാൻ, നമ്മളിപ്പം നഖ്ദുകളിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ഹുസൈനുൽ മുർസഫി, അതോടൊപ്പം തന്നെ ത്വാഹ ഹുസൈന്, അക്കാദ്, മാസിനി, ശുക്രി, മന്തൂർ, അഹമ്മദ് ഷൗക്കി ലൈഫ്, അഹമ്മദ് ഷായിബ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വ്യക്തികളുണ്ട്. അതുപോലെ നാസുറുദ്ദീൻ അൽ അസദ്, ഒരുപാട് വ്യക്തികളുണ്ട്. കേട്ടറ്റ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ത്വാഹ ഹുസൈൻ. ഈ ത്വാഹ ഹുസൈന്റെ അൽ-അയ്യാം, അലാ ഹാമിഷ് സീറ, മുഅദ്ദിബൂന ഫിൽ അർള്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദിക്റാ ബിൽ അല, ഫൽസഫത്ത് ഇബ്നു ഖൽദൂൻ അൽ ഇജ്തിമാഇയ്യ, അതുപോലെ തന്നെ കസ്റുൽ മസ്ഹൂർ, തൗഫീഖുൽ ഹക്കീമുമായി ചേർന്ന കസ്റുൽ മസ്ഹൂർ, ഈ പറയപ്പെട്ട കൃതികളാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണാറുള്ളത്. ഇനി ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന അമീദുൽ അദബുൽ അറബി എന്നുള്ള കാര്യവും, ഇദ്ദേഹം ഒരു ഇദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ മിസ്രിയാണ് എന്നുള്ള കാര്യവുമാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കാറുള്ളത്. നജീം മഹ്ഫൂദിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, നജീം മഹ്ഫൂദിനെ നമ്മൾ അറിയുന്നത് ഹാസിൽ ജായിസത്തു നോബൽ അറബി സാഹിത്യത്തിൽ നോബൽ പ്രൈസ് ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ്. ഇതുവരെ വേറെ ആർക്കും ലഭിച്ചിട്ടില്ല. ഈ തവക്കുൽ കർമാനൊക്കെ നോബൽ പ്രൈസ് കിട്ടുന്നത് സലാം പീസിന്റെ ഒക്കെ വിഷയത്തിലാണ്. പക്ഷെ ഇദ്ദേഹത്തിന് കിട്ടുന്നത് അറബി സാഹിത്യത്തിലാണ്. ഇദ്ദേഹത്തിന്റെ സുലാസിയ, കസർ ഷൗക്ക്, സുക്രിയ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സുലാസിയത്തുൽ കാഹിറ, അബ്സുൽ അഖ്ദാർ, റാദൂബി, സ്കിഫാഹു തീബ, അതോടൊപ്പം തന്നെ ഖാനുൽ ഖലീലി, സുക്കാത്തുൽ മുദക്ക്, പിന്നെ സനത്തുഹാൽ ജദീദ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പുസ്തകങ്ങളുള്ള ഒരു വ്യക്തിയാണ് നജീം മഹ്ഫൂദ്. നജീം മഹ്ഫൂദിന്റെ ചില വിവർത്തനങ്ങള്, ചില ഗ്രന്ഥങ്ങളെ വിവർത്തനം മലയാളത്തിലേക്ക് 1988 നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് ആര്? നജീം മഹ്ഫൂദ്. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഇദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങളെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി തൗഫീഖുൽ ഹക്കീമിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹം നമ്മളെ ഈ റായിദുൽ മസ്റഫുദ്ദീനി, ഈ ക്ലോസഡ് ഡ്രാമകൾ എന്ന് നമ്മൾ പറയും. അതായത്
ഒരു സ്റ്റേജിൽ ചെന്നുകൊണ്ട് ഡ്രാമ അവതരിപ്പിക്കാൻ പറ്റാതെ എഴുത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഡ്രാമകളെയാണ് നമ്മൾ മസ്റഹു ദീനി അഥവാ ക്ലോസറ്റ് ഡ്രാമാസ് എന്ന് നമ്മൾ പറയാം. അതിന്റെ റായിദായിട്ട് പരിഗണിക്കുന്നത് തൗഫീഖുൽ ഹക്കീമാണ്. തൗഫീഖുൽ ഹക്കീമാണ്. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. അദ്ദേഹം മിസ്രിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകമുണ്ട്. അഹ്ലുൽ കഹ്ഫ്, ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ കഥ പറയുന്ന അഹ്ലുൽ കഹ്ഫിന്റെ ഒരു നാടകമൊക്കെ അദ്ദേഹത്തിനുണ്ട്. പിന്നെ മുഹമ്മദ് ഹുസൈൻ ഹൈക്കലും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അറബി നോവലിസ്റ്റ് ആണ്. ഇനി മുഹമ്മദ് ഹുസൈൻ ഹൈക്കനെ കുറിച്ച് കേട്ടറ്റുകാരോട് പറയാനുള്ള, നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ ചാൻസ് നിലവിൽ ചോദിക്കാത്ത, എനിക്കൊന്നും കഴിഞ്ഞ എക്സാമിന് എന്തോ സൈനബിനെ പറ്റി മുഹമ്മദ് ഹുസൈൻ ഹൈക്കയ്യത്തോ ഇങ്ങനെ കുറച്ചിങ്ങനെ അദ്ദേഹമായി ചേർന്ന് വരാവുന്ന രൂപത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ റായിദ് റിവായൽ അറബിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ. ബാക്കി ഞാൻ ഈ പറയപ്പെട്ട 3 പേരും ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പറുകൾ അങ്ങനെ പെട്ടെന്നൊന്നും കടന്നു പോകാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. അസസത്ത് റാബിത്തത്തുൽ കലമിയ ഫി ന്യൂയോർക്ക് സനത്ത് 1920 മീലാദിയ. നമ്മൾ 3 കാര്യം പഠിച്ചു. റാബിത്തത്തുൽ കലമിയ എന്നൊരു സംഘടന ഉണ്ടെന്ന് പഠിച്ചു, ഒന്നാമത്തെ കാര്യം. അത് ന്യൂയോർക്കിലാണ് സ്ഥാപിച്ചതെന്ന് പഠിച്ചു, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം പഠിച്ചു, നമ്മൾ 1920 പഠിച്ചു. അങ്ങനെ 3 കാര്യമാണ് ഒരു ചോദ്യത്തിലൂടെ നമ്മൾ പഠിച്ചത്, ഇല്ലേ? പഠിച്ചു. അതിന്റെ ഹാസിനായിരുന്നു ആ ചോദ്യം. അതിന്റെ റായിദ് ആരെന്നല്ല കേട്ടോ, അത് ആരുണ്ടാക്കി എന്നല്ല ചോദ്യം. അതിന്റെ ഹാസിൻ എന്ന് വെച്ചാൽ എന്താ? അതിന്റെ ട്രഷറർ ആരായിരുന്നു? ജിബ്രാൻ ആണോ, വില്യം കാസ്റ്റഫ്ലീസ് എന്നാണോ, മിഖായിൽ നഈമയായിരുന്നു, മീഷൽ മാലിഫോ? ഇതാണ് പറയുന്നത്. ചോദ്യം പാലിച്ചിട്ട് വേണം ആൻസർ ചെയ്താൽ. ഓക്കെ, നമുക്ക് നോക്കാം, ഉത്തരം നോക്കാം. മാക്സിമം മൈക്ക് ഓഫ് ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കാം. ടൈപ്പ് ചെയ്യുക, അത് മാക്സിമം ടൈപ്പ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ ചാറ്റ് ബോക്സ് നോക്കുന്നുണ്ട്. വില്യം കാസ്റ്റഫ്ലിസ് ആണ്. ഓക്കെ, വില്യം കാസ്റ്റഫ്ലിസ് ആണ് എന്റെ ഹാസിനെ വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു 1920 ന്യൂയോർക്കിലാണ് റാബിത്തത്തുൽ കലമിയ സ്ഥാപിക്കുന്നത്. അന്ന് റയീസായി വർക്ക് ചെയ്തിരുന്നത് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ തന്നെയായിരുന്നു. അതിന്റെ ഹാസിനെ പ്രവർത്തിച്ചിരുന്നത് വില്യം കാസ്റ്റഫ്ലിസ് ആണ്. അതിന് കാനൂന് ഒരു നിയമസംഹിത ഉണ്ടാക്കുന്നത് മിഖായിൽ നഈമയായിരുന്നു. മിഖായിൽ നഈമയാണ് കാനൂൻ. അദ്ദേഹത്തിന്റെ ഈ മിഖായിൽ നഈമയെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിലൂടെ അൽ ഖർബാൽ എന്ന് പറയുന്ന 1923 മിഖായിൽ നഈമ പബ്ലിഷ് ചെയ്ത ഒരു ഖർബാൽ എന്നുള്ള പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് റൊമാൻറ്റിക് ഗ്രന്ഥങ്ങളിൽ അഥവാ റൊമാൻസിയ എന്ന വിഷയത്തിൽ ആദ്യമായി ഇറങ്ങുന്ന ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. 1923 പബ്ലിഷ് ചെയ്യുന്നത്. കുറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ വിശാലമായി കൊണ്ട് നിരൂപണം നടത്തുന്ന ഒരു പുസ്തകമാണ്. അവ്വൽ കിതാബ് നഖ്ദി എന്നാ പറയുന്നത്. ആദ്യത്തെ നിരൂപണ പുസ്തകം എന്ന് പറയുന്നത് മിഖായിൽ നഈമയുടെ അൽ ഖർബാലാണ്. അൽ ഖർബാൽ പഠിക്കാട്ടോ. അത് നഈമയാണ്, മുഖായിൽ നഈമയാണ്. 1923 വർഷം. ഇവരെല്ലാവരും എന്തിൽപ്പെട്ടവരാണ്? ഈ പറയുന്ന റാബിത്തത്തുൽ കലമിയുമായി ബന്ധപ്പെട്ടവരാണ്. പക്ഷെ ഈ മീഷാൽ മാലൂഫ് റാബിത്തത്തുൽ കലമിയുമായി ബന്ധപ്പെട്ട വ്യക്തിയല്ല. അദ്ദേഹം അസ്ബത്തുൽ അന്ദലുസി 1933-32 കാലഘട്ടത്തിൽ, 32 അഭിപ്രായം പറയുന്നത്, ചില ആൾക്കാർ 33 പറയുന്നുണ്ട്. 32-33 കാലഘട്ടത്തിൽ സ്പെയിനിൽ സ്ഥാപിക്കപ്പെട്ട അസ്ബത്തുൽ അന്ദലുസി, ബ്രസീലിൽ സ്ഥാപിക്കപ്പെട്ട അസ്ബത്തുൽ അന്ദലുസിയയിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇനി അടുത്തൊരു ചോദ്യം. റഈസു ജമാഅത്തി അപ്പോളോ ബഅദ വഫാത്തി അഹമ്മദ് ഷൗക്കി. അഹമ്മദ് ഷൗക്കിക്ക് ശേഷം അപ്പോളോയുടെ റഈസ് ആരായിരുന്നു? ഖലീൽ മുത്റാൻ ആയിരുന്നു, അക്കാദ് ആയിരുന്നു, ഹാഫിദ് ഇബ്രാഹിം ആയിരുന്നു, ഇസ്മായിൽ സബരി ആയിരുന്നു? ആയിരത്തി 1933 32 അഭിപ്രായമുണ്ട്. എന്തായിരുന്നാലും 33 ജനുവരി 5-നോ 6-നോ ഈജിപ്തില് സ്ഥാപിക്കുന്ന ഒരു സംഘടനയാണ്. അല്ല, ജനുവരിയിലല്ല, ഒക്ടോബറിൽ സ്ഥാപിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് അപ്പോളോ. അപ്പോളോ സ്ഥാപിക്കുന്നതിന് ശേഷം ഈ കറുമത്ത് ബിൻ ഹാനി എന്ന് പറയും, എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ബൈത്ത് കറുമത്ത് ബിൻ, അതായത് ഈ അഹമ്മദ് ഷൗക്കിയുടെ വസതിയുടെ പേരാണ് കറുമത്ത് ബിൻ ഹാനി എന്ന് പറയും. അപ്പൊ ഇദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചിട്ടാണ് ഇവര് ഒരു കൂട്ടം ആൾക്കാർ, ഏകദേശം 4 പേരുണ്ടായിരുന്നു. ആ 4 പേര് ചേർന്നിരുന്നുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുന്നത്, ഒരു റൊമാൻറ്റിക് സംഘടനയാണ് ഈ ജമാഅത്തു ദീവാൻ. അപ്പോളോയ്ക്കും റൊമാൻസിസത്തിനൊക്കെ എതിരായി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഘടനയാണ് അപ്പോളോ സംഘടന എന്ന് പറയാം. ഇങ്ങനെ കുറെ വശങ്ങളുണ്ട് പറയാനുള്ള, കാരണം എക്സാമിന് വളരെ ഡീപ്പായിട്ട് നെറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. ആ സമയത്ത്
അഹമ്മദ് ഷൗക്കി ആയിരുന്നു ആദ്യത്തെ വർക്കിംഗ് പ്രസിഡന്റ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അതിനെ പിന്നീട് ഏറ്റെടുക്കുന്ന വ്യക്തി എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഖലീൽ മുത്രാനാണ്. ഖലീൽ മുത്രാൻ ആയിരുന്നു എന്നുള്ളതാണ്. ഖലീൽ മുത്രാന്റെ മരണത്തിന് ശേഷം ഖലീൽ മുത്രാന് ശേഷം ഹാഫിദ് ഇബ്രാഹിം ആയിരുന്നു. പിന്നെ ഇസ്മായിൽ സബരി അതിന്റെ മെമ്പറാണ്. അക്കാദ് മാസിനിയും ശുക്രി ഏതിൽപ്പെട്ടതാണ്? ആ ദീവാന സംഘടനയിൽപ്പെട്ടതാണ്. ദീവാൻ എന്ന് പറയുന്ന സംഘടന 1920 21 സ്റ്റാർട്ട് ചെയ്തതാണ് ആ ദീവാൻ. അതിൽ പ്രധാനപ്പെട്ട 3 വ്യക്തികളാണ് അക്കാദും മാസിനിയും ശുക്രിയും. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാണ്. ഇൽമുൽ ബലാഗ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിക്കൊണ്ടും ഇതുവരെ നമ്മൾ മോഡേൺ വരെ ചർച്ച ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കുറച്ച് നമുക്ക് ബലാഗ നോക്കാം. ലൈസ മിൻ ഇൽമുൽ ബയാൻ. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ലൈസ മിൻ ഇൽമുൽ ബയാൻ എന്നാണ് ചോദ്യം. തഷ്ബീഹാണോ, കസറാണോ, ഇസ്തിആറയാണോ, കിനായാണോ? ആ സംശയമൊന്നുമില്ല, എല്ലാവരും വളരെ ശരിയായി തന്നെ ഉത്തരം ചെയ്തിട്ടുണ്ട്. കസറാണ്. ഓക്കെ, കസർ എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. കസർ ഇവിടെ പഠിപ്പിച്ചതാണ് ഞാൻ. യെസ്, തഖ്സീസു അംറിൻ. യെസ് കേട്ടു. തഖ്സീസു അംറിൻ ബി അംറി ഷൈഇൻ ആഖിർ അല്ലേ? ഒരു കാര്യത്തെ മറ്റൊരു കാര്യമായിട്ട് പ്രത്യേകപ്പെടുത്തി നമ്മൾ കസർ എന്ന് പറയാം. ഓക്കെ, ബാക്കി വരുന്ന തഷ്ബീഹും ഇസ്തിആറയും കിനായും ചേർന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇൽമുൽ ബയാൻ എന്നാണ്. ഇസ്തിആറ അബുൽ മജാസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. തഷ്ബീഹ് എന്താണെന്നും ഇസ്തിആറ എന്താണെന്നും കിനായ എന്താണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയി കൊണ്ട് ചർച്ച ചെയ്ത കാര്യമാണ്. ഇനി എന്താണ് തഷ്ബീഹുൽ മുജ്മിൽ? മാ ഹുദിഫത്ത് മിൻഹുൽ വജ്ഹു ശുബ്ഹ്, മാ ദുകിറത്ത് ഫീഹിൽ അദാത്ത്, മാ ഹുദിഫത്ത് മിൻഹുൽ അദാത്ത്, മാ ഹുദിഫത്ത് മിൻഹുൽ അദാത്തി വജ്ഹു ശുബ്ഹ്. വജ്ഹു ശുബ്ഹ് കളയപ്പെട്ടത്, അദാത്ത് പറയപ്പെട്ടത്, അദാത്ത് കളയപ്പെട്ടത്, അദാത്ത് വജ്ഹു ശുബ്ഹും കളയപ്പെട്ടത്. യെസ്, വജ്ഹു ശുബ്ഹ് കളയപ്പെട്ടതിനെയാണ് നമ്മൾ മുജ്മിൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കാം. അക്സാമു തഷ്ബീഹ്. തഷ്ബീഹിന് കുറച്ച് കിസ്മുകളുണ്ട്. അത് നമ്മൾ അക്സാമു തഷ്ബീഹ് എന്ന് പറയും. തഷ്ബീഹുൽ മുർസൽ, തഷ്ബീഹുൽ മുഅക്കദ്, തഷ്ബീഹുൽ മുജ്മിൽ, തഷ്ബീഹുൽ മുഫസ്സിൽ, തഷ്ബീഹുൽ ബലീഗ്. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ അക്സാമു തഷ്ബീഹ് എന്ന് പറയാം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. തഷ്ബീഹും അക്സാമു തഷ്ബീഹും വളരെ ഇമ്പോർട്ടന്റ് ആണ് മനസ്സിലാക്കാൻ. കാരണം പ്ലസ് ടുവിൽ പോലും പഠിപ്പിക്കാനുള്ള വിഷയമാണ് അക്സാമു തഷ്ബീഹും തഷ്ബീഹ് എന്താണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസും വളരെ ഹൈ ക്വാളിറ്റി ഉണ്ട്. ബലാഗ ടെക്സ്റ്റിനെ ചോദിക്കണമെന്നില്ല, അവർക്ക് എന്ത് ഉദാഹരണം വെച്ച് ചോദിക്കാൻ പറ്റും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇനി എന്താണ് മുർസൽ എന്ന് വെച്ചാൽ, മുർസൽ എന്ന് വെച്ചാൽ അദാത്ത് പറയപ്പെട്ടതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മുർസൽ എന്ന് പറയാം. മുഅക്കദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദാത്ത് പറയപ്പെടുന്നത്. ഹുദിഫത്ത് മിൻഹുൽ അദാത്ത്, അദാത്ത് പറയപ്പെടാത്തതാണ്. മുജമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വജ്ഹു ശുബ്ഹ് പറയപ്പെടാത്തതിനാണ് നമ്മൾ മുജ്മിൽ എന്ന് പറയാം. മുഫസ്സിൽ എന്ന് പറയുന്ന വജ്ഹു ശുബ്ഹ് പറയപ്പെട്ടതിനെയാണ്. അദാത്തും വജ്ഹു ശുബ്ഹും പറയപ്പെടാത്തതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയുന്നത്. മാ ഹുദിഫത്ത് മിൻഹുൽ അദാത്ത് വജ്ഹു ശുബ്ഹ. ഒന്നും കൂടി, മുർസൽ എന്ന് വെച്ചാൽ അദാത്ത് പറയപ്പെട്ടത്, മുഅക്കദ് എന്ന് വെച്ചാൽ അദാത്ത് പറയപ്പെടാത്തത്, മുജ്മിൽ എന്ന് വെച്ചാൽ വജ്ഹു ശുബ്ഹ് പറയപ്പെടാത്തത്, മുഫസ്സിൽ എന്ന് വെച്ചാൽ വജ്ഹു ശുബ്ഹ് പറയപ്പെട്ടത്. തഷ്ബീഹുൽ ബലീഗ് എന്ന് വെച്ചാൽ അദാത്തും വജ്ഹു ശുബ്ഹും പറയപ്പെടാത്തത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഈ ഒരു ടേബിള് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി, നമ്മുടെ മൈൻഡ് റീഡ് ചെയ്തോളൂ. ഇനി മറ്റൊരു ചോദ്യം. ലഫ്ളുൻ ഉത്ലിക വ ഉരീദ ബിഹി ലാസിമ മഅനാഹു മഅ ജവാസി ഇറാദത്തി ദാലിക്കൽ മഅന. ലഫ്ളുൻ ഒരു പദമാണ്. മാഷാ അല്ലാഹ്. ഉത്ലിക അതുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്നു. വ ഉരീദ ബിഹി ലാസിമ മഅനാഹു, അതിൻ്റെ അകത്ത് മറ്റൊരു അർത്ഥത്തെ ഉദ്ദേശിക്കാൻ കുഴപ്പമില്ല. മഅ ജവാസി ഇറാദത്തി ദാലിക്കൽ മഅന, ആ കവി ഉദ്ദേശിച്ച അർത്ഥവും ഉദ്ദേശിക്കാം, ആ കവി എന്താണോ ഉദ്ദേശിച്ചത് അതും ഉദ്ദേശിക്കാം, അതല്ലാതെ ആ മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതും ഉദ്ദേശിക്കാം. ഒരാൾ ഒരു വാക്ക് പറയുമ്പോൾ അയാൾ ഉദ്ദേശിച്ച കാര്യവും ഉദ്ദേശിക്കാം. അതല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇസ്തിആറ പറഞ്ഞെടുത്ത് മജാസ് പറഞ്ഞെടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞു
ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇസ്തിയാർ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരാൾ ഒരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തല്ല, ആ ഉദ്ദേശിച്ച അർത്ഥമല്ല, അതിന് മറ്റൊരു അർത്ഥം ഉണ്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല കിനായ ഇവിടെ ഈ പറഞ്ഞ സാധനം അതല്ല, ഇങ്ങനെയുള്ള സാധനം അല്ല. മറിച്ച് എന്താണ്, രണ്ടർത്ഥം ഉദ്ദേശിക്കാം. യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കാം, മറ്റുള്ള അർത്ഥം ഉദ്ദേശിക്കാം എന്ന് പറയാണ്. ഇതെന്താണ്? കിനായാണ്. ഓക്കെ. എന്താണ് മജാസുൽ അക്കിലി എന്ന് വെച്ചാൽ? അക്കിലി എന്ന് വെച്ചാൽ ഇസ്നാദാണ് അല്ലെ, ഇസ്നാദിയത്താണ്. അതായത് ഒരു ഫീലിനെ മറ്റൊരു എന്താണ് സബബിലേക്കോ മക്കാനിലേക്കോ മസ്ദറിലേക്കോ ഫായിലുൽ മഫ്ഊലിലേക്കോ അല്ലെങ്കിൽ മഫ്ഊലിൽ ഫായിലിലേക്കോ ചേർക്കുന്നതിന് നമ്മൾ മജാസുൽ അക്കിലി എന്ന് പറയാം. യെസ്. പിന്നെ പിന്നെ ഇസ്തിയാറത്ത് തംസീലിയ എന്ന് വെച്ചാൽ തർക്കീബാണ്. ഒരു തർക്കീബായി കൊണ്ട് നമ്മൾ ഒരു ഇസ്തിയാറയെ പ്രയോഗിക്കുമ്പോഴാണ് ഇസ്തിയാറത്ത് തംസീലിയ എന്ന് പറയാം. പിന്നെ മജാസുൽ മുർസൽ. ഓക്കെ, മജാസുൽ മുർസൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മജാസുൽ മുർസൽ. കാരണം മജാസുൽ മുർസലിന് എന്തുണ്ട്, ഒരുപാട് അലാക്കത്തുണ്ട്. ആ അലാക്കത്തുകൾ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഒരുപാട് അലാക്കത്തുകളുണ്ട്. ആ അലാക്കത്തുകളൊക്കെ എന്തെന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ഏതിന്റെ അലാക്കത്തുകള്? മജാസുൽ മുർസലിന്റെ അലാക്കത്തുകൾ. ക്ലിയർ ആയോ? ഇപ്പം മജാസുൽ മുർസലിന്റെ അലാക്കത്തിൽ പെട്ടതാണ് സബബിയ, മുസബ്ബബിയ, ജുസ്ഇയ, കുല്ലിയ, ഇഅ്തിബാറു മാ കാന, ഇഅ്തിബാറു മാ യകൂനു, മഹല്ലിയ, ഹാലി. ഇതൊക്കെ ഇത് പെട്ടതാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലാസ് റീഡ് ചെയ്യുക. ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളത് അല്ലെ, ഏറ്റവും കൂടുതൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഈ പറയുന്ന ഇസ്തിയാറയും മജാസും. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, ഒന്ന് കേട്ടുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, സമയം കിട്ടുമ്പോഴൊക്കെ ഇസ്തിയാറയും മജാസും ഒന്ന് കേട്ടുകൊണ്ടേ ഇരിക്കുക. കാരണം എപ്പോഴും മറക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഇസ്തിയാറയും മജാസും. പിന്നെ മജാസുൽ അക്കില് കുറച്ച് എളുപ്പമാണ്, കിനായും കുഴപ്പമുണ്ടാവൂല. പക്ഷെ ഈ ഇസ്തിയാറയും മജാസും എന്തായാലും മാറിപ്പോവും. അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി വർക്കൗട്ട് ചെയ്യാം. ഇനി മറ്റൊരു ഖുർആനിക ആയത്താണ് അതായത് ഇത് സൂറത്തുൽ കഹഫിലെ ഒരു ആയത്താണ്. ഈ സൂറത്തുൽ കഹഫ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ചരിത്രം പറഞ്ഞിട്ടുണ്ട് അല്ലെ. സൂറത്തുൽ കഹഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഘം ആൾക്കാർ ഒരു 7 അംഗങ്ങൾ ഒരു സംഘം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഗുഹയിലേക്ക് പോകുന്നുണ്ട്. അപ്പം അവിടെയുള്ള ആൾക്കാർ അവരെ പറ്റി കരിഞ്ഞത് എന്താണ്, അവർ കഴിയുന്നത് അവർ ജനിച്ചിരിക്കുന്നുണ്ടെന്നാണ്. അതായത് അവര് അവിടെ, അതായത് അവസാനം ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ രാജാവ് 300 വർഷത്തിന് ശേഷം അറിയുന്നുണ്ട്. അപ്പം അവരെ കാണാൻ വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ആ നായ ഉണ്ടായിരുന്നു, അവിടെയുള്ള 7 ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവര് കരുതിയത്, ആ ജനങ്ങൾ കരുതിയത് എന്താണ്, അവര് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷെ വഹും റുക്കൂദ്, അവരെ കണ്ടപ്പോൾ അവര് മരണപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, 300 വർഷക്കാലം അവിടെ അതിസാഹസികമായി ജീവിച്ചിരുന്ന ഒരു കഥ സൂറത്ത് കഹഫിൽ പറയുന്നുണ്ട്. ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലാത്ത, വളരെ ഡീറ്റെയിൽ ആയിക്കൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. ഈ തൗഫീഖ് അൽ ഹക്കീമിന്റെ അഹ്ലുൽ കഹഫിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അഹ്ലുൽ കഹഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പിന്നീട് PG ക്കൊക്കെ പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. അപ്പം സൂറത്ത് ഖുർആനിൽ ഇത് പറയുന്നത് എന്തായിരുന്നാലും സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട്. ഇതിന്റെ ഇവിടെ ബലാഗയായി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തജ ആണോ, മുക്കാബലയാണോ, തൗരിയയാണോ, തിബാക്കാണോ? ഓക്കെ, നിങ്ങൾ ഉത്തരം പറഞ്ഞത് തിബാക്ക് എന്നാണ്. യെസ്, കറക്റ്റ് ആണ്. എന്താണ്? ഒരു കാര്യം അതിന്റെ ഓപ്പോസിറ്റും പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തിബാക്ക് എന്ന് പറയാം. അപ്പം ഇവിടെ തഹ്സബഹും ഐക്കാലൻ, ഐക്കാൽ എന്ന് വെച്ചാൽ എന്താ, അവർ ഉണർന്നിരുന്നു എന്ന് പറയാണ്. ഐക്കാൽ എന്ന ഉണർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ പറയണം വഹും റുക്കൂദ്, പക്ഷെ അവർ ഉറങ്ങുന്നവരാണെന്ന് പറയാം. അപ്പം എന്താണ്, ഒരു കാര്യം പറയുകയും അത് ജസ്റ്റ് ഓപ്പോസിറ്റും പറയുന്നത് നമ്മൾ തിബാക്ക് എന്ന് പറയാം. യെസ്. പക്ഷെ അതേസമയം ഒരു കാര്യം പറയുകയും അതിൻ്റെ അകത്ത് ഒന്നിലധികം ഓപ്പോസിറ്റ്, എത്ര കാര്യങ്ങൾ പറയുന്നതിന്റെ എല്ലാ ഓപ്പോസിറ്റും കൊണ്ടുവരുന്നത് നമ്മൾ എന്തെന്ന് പറയും? മുക്കാബല എന്ന് പറയും. എന്താ പറയാ, നമ്മൾ ഒരു കാര്യം 2-3 കാര്യങ്ങൾ പറയുന്നു, ആ പറയപ്പെടുന്ന കാര്യങ്ങളുടെ എല്ലാത്തിന്റെയും ഓപ്പോസിറ്റിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും? മുക്കാബല എന്ന് പറയും. ക്ലിയർ ആയോ?
അതാണ് ഈ പറയുന്ന മുക്കാബലയും തിബാക്കും തമ്മിലുള്ള പ്രത്യേകത. തിബാക്ക് എന്ന് പറയുമ്പം എന്ത് ഉണ്ടാവുള്ളൂ? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. തിബാക്കിനെ തന്നെ ഈജാബും സൽബും എന്നൊക്കെ ഉണ്ട്, അത് നിങ്ങളിപ്പോ മനസ്സിലാക്കണ്ട. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ തൗരിയ എന്ന് പറയുമ്പം ഒരാള് ഒരു വാക്ക് പറയാണ്, നമ്മൾ നേരത്തെ കിനായ പറഞ്ഞതുപോലെയാണ്. കിനായ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാല് ഒരാൾ ഒരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ശരിയായ ഉത്തരവും പരിഗണിക്കാം, അതല്ല തെറ്റായ ഉത്തരവും അതായത് അവൻ യഥാർത്ഥ പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കാം, അതല്ലാതെ മജാസിയായ അർത്ഥം ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ തൗരിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തി ഒരു മുത്തക്കല്ലിം ഒരു ലഫ്ദ് പറഞ്ഞു കഴിഞ്ഞാല് അതിന് രണ്ടർത്ഥം ഉണ്ടാവും. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന അർത്ഥമല്ല അതിന്റെ അർത്ഥം, അതിൽ കവി ഉദ്ദേശിച്ച അർത്ഥമാണ്. ഉദാഹരണത്തിന് ഈ അസൂനൂബി അദീമി വജിഹിനു ഉനാസ് എന്ന് പറയുന്ന ഒരു വരിയില് അവസാനം ഹബീബ് എന്ന് പറയുന്ന ഒരു കലിമത്തുണ്ട്. ഈ ഹബീബത്ത് എന്ന് പറയുന്ന കലിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ആ വരി നിങ്ങളുടെ ബലാഗ ടെക്സ്റ്റില് ഫസ്റ്റത്തെ വരിയായിട്ടുണ്ട്, സിറാജുദ്ദീൻ ബർറാക്ക് പറയുന്ന ഒരു കവിതയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഹബീബ് എന്ന് പറയുന്ന വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്നേഹിതൻ എന്ന അർത്ഥത്തിലല്ല, അബുത്തമ്മം ഹബീബ് ബിൻ ഔസുത്തോയി എന്നറിയപ്പെടുന്ന അമ്മുത്തമ്മാമിന്റെ പേര് കൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ഈ തൗരിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ സജ എന്ന് പറയുമ്പം നമ്മൾ പറയുന്ന ഫാസില പോലെ, ഈ നസറിലുള്ള കവിതയിലുള്ള ഫാസില പോലെ നമ്മൾ ഈ നസറില് ഗദ്യത്തിന് നമ്മൾ പറയുന്ന സാധനമാണ് സജ എന്ന് പറയും. പ്രാസം ഒപ്പിക്കുക നമ്മൾ പറയും, സജാനെ പ്രാസം ഒപ്പിക്കുക എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞാല് നിങ്ങൾ ബലാക്ക് വേണ്ടി പഠിക്കുമ്പോ ഈ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ പറയുന്ന ഇൽമുൽ ബദിയ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്, ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഷാഇറുൽ ഹിന്ദി യുഅരിഫു ബി ഷാഇറുൽ കൂവ. ഷാഇറുൽ കൂവ എന്നറിയപ്പെടുന്ന കവി ആരാണ്? നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ കനൂജി, ഷാഹു വലിയുള്ള അദ്ദഹ്ലവി, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അതാണ് ഇടശ്ശേരി കൊണ്ട് ഉദ്ദേശിച്ചത്. സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ. യെസ്, ഇടശ്ശേരി ഗോവിന്ദൻ നായറിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഷാഇറുൽ കൂവ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചിരിക്കണം. ഞാൻ അതുകൊണ്ടാണ് അവിടെ PDF ഇട്ടിട്ടുള്ളത്. അപ്പൊ നിർബന്ധമായിട്ട് വായിക്കാം കേട്ടോ. അപ്പൊ എനിവേ, ഇടശ്ശേരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഷാഇറുൽ കൂവ എന്ന അപരനാമത്തിലാണ്. നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ കനൂജിയും ഷാഹു വലിയുള്ള ദഹ്ലവിയും സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീറും ഒക്കെ ഇന്ത്യൻ സാഹിത്യകാരന്മാരിൽ പെട്ടവരാണ്. ഇനി നിങ്ങിൽ ഫിർഖദൈൻ ഫി മസ്അലത്തി റഫഉൽ യദൈൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതർ ആരാണ്? നീൽ ഫർഖദൈൻ ഫി മസ്അലത്തി റഫഉൽ യദൈൻ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ഷാഹു വലിയുള്ള അദ്ദഹ്ലവി, ഗുലാം അലി ആസാദ് അൽ ബൽഗറാമി, അൽ ഖാദി മുഹമ്മദ്, അൻവർ ഷാ കശ്മീരി. യെസ്, വെരി ഗുഡ്. അൻവർ ഷാ കശ്മീരിയുടെ പുസ്തകമാണ് നീലുൽ ഫിർഖദൈൻ ഫി മസ്അലത്തി റഫഉൽ യദൈൻ എന്നുള്ള പുസ്തകം. ഓക്കെ, ഷാഹു വലിയുള്ള ദഹ്ലവിയുടെ വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. എക്സാമിന് ചോദിക്കും അദ്ദേഹത്തെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും 90% ഉള്ള ചോദ്യമാണ് ഈ ഹുജ്ജത്തുല്ലാഹി ബാലിഗ ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കും. ഹുജ്ജത്തുല്ലാഹി ബാലിഗ അത് ആരുടെയാണ്? ഈ പറയുന്ന ഷാഹു വലിയുള്ള ദഹ്ലവിയുടെയാണ്. അതിന്റെ മൗലൂഉം ചോദിക്കും. അസ്റാറു ശരീഅത്തുൽ ഇസ്ലാമാണ്. അസ്റാറു ശരീഅത്തുൽ ഇസ്ലാമിക ശരീഅത്തിലുള്ള രഹസ്യങ്ങളെ പറ്റിയിട്ടാണ് ചോദിക്കാറുള്ളത്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൗലൂഉം ചോദിക്കാറുണ്ട്. പിന്നെ ഗുലാം അലി ആസാദ് ബൽഗറാമി, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഹസ്സാൻ അൽ ഹിന്ദ് എന്നാണ്. അതായത് മദ്ഹുൻ നബവിയിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണ് ഗുലാം അലി ആസാദ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഹസ്സാനുൽ ഹിന്ദ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഖാദി മുഹമ്മദും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. ഓക്കെ,
പിന്നെ അൻവർ ഷാ കാശ്മീരി ദയൂബന്ദിലെ ഒരു കവിയാണ്, ഒരു സാഹിത്യകാരനാണ് ഈ അൻവർ ഷാ കാശ്മീരി. അദ്ദേഹത്തിന്റെ മറ്റു ചില പുസ്തകങ്ങൾ എന്താറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നെയ്ൽ ഫുർഖദീൻ ഫി മസ്അലത്തി റഫ്ഉൽ യദൈൻ എന്നുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, മാതാ ഖസ്റൽ ആലം ബിൻഹിതാത്തുൽ മുസ്ലിമീൻ. ഇദ്ദേഹം ഒരു അവസാന കാലഘട്ടത്തിൽ ഒരു പുസ്തകമാണ്. അതായത് ഇസ്ലാമിന്റെ പതർച്ചയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കാൻ പോണത്, ലോകത്ത് സംഭവിക്കാൻ പോണത് എന്താണെന്ന് ചോദിക്കാണ്. ഇത് ആരുടെ പുസ്തകമാണ്? ഖാദി അത്ഹർ മുബാറക് ഫൂരിയുടെ ആണോ, അബുൽ ഹസൻ അലി നദ്വിയുടെ ആണോ, അബ്ദുൽ ഹൈ അൽ ഹുസ്നിയുടെ ആണോ, മുർത്തള അസബീദയുടെ ആണോ? യെസ്, അബുൽ ഹസൻ അലി നദ്വിയുടെ പുസ്തകമാണ് മാതാ ഖസ്റൽ ആലം ബിൻഹിതാത്തുൽ മുസ്ലിമീൻ എന്നുള്ളത്. അപ്പം ഖാദി അത്ഹർ മുബാറക് ഫൂരിക്ക് പുസ്തകമുണ്ട്. ഖാദി അത്ഹർ മുബാറക് ഫൂരിയുടെ പുസ്തകത്തിന്റെ പേരെന്താണ്? ഖാദി അത്ഹർ മുബാറക് ഫൂരിയുടെ പുസ്തകത്തിന്റെ പേര് കേട്ടെ. അബ്ദുൽ ഹൈ ഹസ്നിയുടെ പുസ്തകത്തിന്റെ പേര് ഏതാണ്? നുസിഹത്തുൽ ഖവാത്തിർ ഫി ബഹജത്തുൽ മസാമിഇ വൻ നവാദിർ. കേട്ടിട്ടുണ്ടോ? നുസിഹത്തുൽ ഖവാത്തിർ, അത് അബ്ദുൽ ഹൈ ഹസ്നിയുടെ പുസ്തകമാണ്. പിന്നെ താജുൽ അറൂസ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. താജുൽ അറൂസ് അതാണ് മുർത്തള സുബൈദിയുടെ പുസ്തകം. മുർത്തള സുബൈദിയുടെ പുസ്തകം ഏതാണ്? ഈ പറയുന്ന താജുൽ അറൂസ് ആണ്. ഓക്കെ, ഈ ഖാദി അത്ഹർ മുബാറക് ഫൂരിയുടെ പുസ്തകം ഏതെന്ന് വെച്ചാൽ റിജാലു സിന്ധി വൽ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതായത് ഇന്ത്യയിലെ പണ്ഡിതന്മാരെ പറ്റി, അവിടെ ജീവിച്ചിട്ടുള്ള പണ്ഡിതന്മാരെ പറ്റി എഴുതിയിട്ടുള്ള, ജനിച്ചതും ജീവിച്ചതുമായിട്ടുള്ള പണ്ഡിതന്മാരെ പറ്റി എഴുതിയിട്ട് മുത്തഹർ മുബാറക് ഫൂരി പറഞ്ഞൊരു പുസ്തകമാണ് റിജാലു സിന്ധ് വൽ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകം. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുണ്ട്, 10ഓളം പുസ്തകങ്ങളുണ്ട്. ആ 10ഓളം പുസ്തകങ്ങളും അതിന്റെ ഓതേഴ്സിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് വഴിയെ പഠിക്കാം കേട്ടോ. നമ്മുടെ ഉടനെ തന്നെ ഇൻഡോ അറബിന്റെ ക്ലാസ് നൽകുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് കുറച്ച് പെഡഗോജി നോക്കിയാലോ? റെഡിയാണോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് പെഡഗോജിയിലേക്ക് പോവാം. ഓക്കെ, അത്തഅലീമുൽ മുത്തളമ്മിൻ അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ്? അതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ട്? അൽ അബ്നാഉൽ മുജന്നിബീന ലി അസ്ബാബിൽ ഇജ്തിമാഇയ്യ വ ഇഖ്തിസാദിയ. സാമൂഹികവും അതോടൊപ്പം തന്നെ സാമ്പത്തികവുമായിട്ടുള്ള കാരണങ്ങളാൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന മക്കളാണോ? അത്തുഫാൽ യുവാജിഹൂന തഹദിയാത്തുൽ ജിസ്മിയ വൽ അഖ്ലിയ. ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ, തഹദിയാത്ത് എന്ന് വെച്ചാൽ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണോ? അത്തുഫാൽ മൗഹബൂന മിൻ ദവിൽ ഇനായത്തിൻ വ റിആയത്തിൻ ഖാസ. പ്രത്യേക പരിഗണന ആവശ്യമുള്ള ഉയർന്ന കുട്ടികളാണോ? അതല്ല, ഇവരെല്ലാവരും പെട്ടതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. യെസ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട എല്ലാവരും ചേർന്നതാണ്. അതായത് ഒരു ക്ലാസ് റൂമിനുള്ളിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുമിച്ച് പഠിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നതിനാണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹിക സാമ്പത്തിക കാരണങ്ങളാലോ ശാരീരിക മാനസിക കാരണങ്ങളാലോ മറ്റു എന്ത് പ്രതിസന്ധി കാരണങ്ങളാലോ ഒരു വ്യക്തിയെയും മാറ്റി നിർത്താൻ പാടില്ല എന്ന് പ്രത്യേകം ഊന്നൽ നൽകുന്ന ഒരു പ്രോഗ്രാം ഓഫ് ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംജ? ക്ലിയർ അല്ലേ? ഓക്കെ. തവാസുലുൽ ഫർദ് ബിനഫ്സിഹി മഅ ഫർദുൻ ആഖർ. തവാസുലുൽ ഫർദ് ബിനഫ്സിഹി മഅ ഫർദുൻ ആഖർ. الاتصال غير المباشر، اتصال المباشر، اتصال الصناعي، اتصال الاجتماعي. ഒരു വ്യക്തി സ്വന്തത്തോടും മറ്റൊരാളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണോ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നാണോ, ആർട്ടിഫിഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നാണോ, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നാണോ?
ഇസ്തിനായി ഔ സിനായി എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഇജ്തിമാ സാമൂഹിക, ഇപ്പൊ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, മുബാഷിർ ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ, ഗൈറുൽ മുബാഷിർ ഇൻഡയറക്ട് കമ്മ്യൂണിക്കേഷൻ. യെസ്, ഒരു വ്യക്തി സ്വന്തത്തോടും മറ്റൊരാളോട് സംസാരിക്കുന്നത് നമ്മൾ എന്താ പറയാ, ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ എന്നാണ് കേട്ടോ. ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്നത്. ഇനി ഓക്കെ, ഇനി അടുത്തത് തലക്കൽ അസ്വാത്തു ബിലാ ഖസ്ദിൻ വലാ ഇദാറത്തി ഫഹ്മിൻ ഔ തഹ്ലീൽ. നമ്മൾ ചർച്ച ചെയ്ത ചോദ്യമാണ്. ഒരു വ്യക്തി ഒരു എന്താണ്, അവൻ ഇങ്ങനെ ഇരിക്കാവുന്ന സമയത്ത് അവന് പ്രത്യേക ലക്ഷ്യത്തോട് അവൻ ചിന്തിക്കാതെ, അവൻ മനസ്സിലാകാതെയൊക്കെ അവൻ കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്താ പറഞ്ഞത്? ഇസ്റാ എന്നാണോ, ഇൻസാത്ത് എന്നാണോ, ഇസ്തിമാ എന്നാണോ, സം എന്നാണോ? നമ്മൾ പറഞ്ഞിരുന്നു ഇത് പറഞ്ഞ സാധനമാണ്, ഇത് പറഞ്ഞ കാര്യമാണ്, മറക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ്, തെറ്റിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. യെസ്, കേൾവിക്ക് നമ്മൾ പറയാം. അതായത് ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇസ്തിമ ആണോ ചെയ്ത, സം ആണോ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. സം ആണോ ഇസ്തിമ ആണോ ചെയ്തത്? നിങ്ങള് കുറെ ആൾക്കാര് സം ആണ് ചെയ്തത് അല്ലേ? ഇപ്പൊ ഫാഹിസ ടീച്ചറിനെ പോലെയുള്ള കുറെ ആൾക്കാർ സം ചെയ്തു അല്ലെ? റൻഷ ടീച്ചറിനെ പോലെയുള്ള ആൾക്കാർ ഇസ്തിമ ചെയ്തു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫാഹിസ ടീച്ചർ അത് മൈക്കോണാക്കി വെച്ചിട്ട് പോയി, റൻഷ ടീച്ചർ അതിനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുന്നു. ചിലപ്പോ നേരെ തിരിച്ചു ആവാം കേട്ടോ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരെ തിരിച്ചു ആവാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ അതിന് കട എടുത്തത് അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ, അപ്പൊ ഇസ്തിമാവും സമവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുന്നതിന് നമ്മൾ ഇസ്തിമാ എന്നും ജസ്റ്റ് കേൾക്കുന്നതിന് നമ്മൾ സമ എന്നും പറയും. ഇൻസാത്ത് എന്ന് പറയാം കുറച്ചുകൂടി ഡീപ്പായിട്ടേക്കുന്ന ഇൻസാത്ത് എന്ന് പറയും. ഇൻസാത്ത് എന്ന് പറയാം കുറച്ചുകൂടി ഡീപ്പായിട്ട് കേൾക്കുന്നതിന് ഇൻസാത്ത് എന്ന് പറയാം. ഇനി അടുത്തത് ഇഖ്തറൽ ഖതഇ മിനൽ ആതിയതി അനിൽ ഖവായിദുൽ ആലമിയ ലില്ലുഗ. നിങ്ങൾ ഇത്രയും ദിവസം കാണുന്ന ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ള ഒരു ചോദ്യമായിരിക്കും യൂണിവേഴ്സൽ ഗ്രാമറുമായി ബന്ധപ്പെട്ട് അല്ലേ? ആരായിരിക്കും യൂണിവേഴ്സൽ ഗ്രാമറിന്റെ ഓതർ? പിന്നെ വേറെന്തോ ചോദിക്കും? ആ, ലാഡ് എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാം. ഇവിടെ എന്താ ചോദ്യം? ഇഖ്തറൽ ഖതഅ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തണം. അനിൽ ഖവായിദുൽ ആലമിയ ലില്ലുഗ, യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ലൈസത്തുൽ ലുഗത്തുൽ ലുഗത്തുൻ ഫിത്രിയൻ, ഭാഷ എന്ന് പറയുന്നത് നൈസർഗികമായ ഒന്നല്ല, ബൽ മുക്തസബ്, നമ്മളത് ആർജിച്ചെടുക്കുന്നതാണ്. സാഹിബുൻ നളരിയ ചോംസ്കി, നോം ചോംസ്കിയുടെ തിയറിയാണ്. അൽ ലുഗ, ഭാഷ എന്നതും ഫിത്രിയത്തൻ വആലമിയത്തൻ ബിഹൈസ് തുവല്ലിദു മഅ വിലാദത്തുൽ ഇൻസാൻ, ഭാഷ എന്ന് പറയുന്നത് നൈസർഗികമായ ഒരു പ്രവർത്തനമാണ്. ഒരു മനുഷ്യൻ, ഒരു കുട്ടി ജനിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ ഭാഷ ആർജിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഗ്രാമർ പറയുന്നത് എന്നുള്ളത്. ഈ സംഭവത്തിന് നമ്മളൊരു ഡെഫിനിഷൻ പറഞ്ഞിരുന്നു അന്ന്. മജ്മുഅത്തുൻ മിനൽ മബാദിഇ വൽ ഖവായിദി തുമസ്സില കുല്ല ലുഗാത്തിൽ ബശരിയ. എന്താണ്? ഓരോ ഭാഷ, മാനുഷിക ഭാഷകളും തമസ്സല, ചിത്രീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എന്താണ് റെപ്രസെന്റേറ്റ് ചെയ്യപ്പെടുന്ന ലോട്ട് ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, അതായത് ഈ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരോട് പറയാം, നോം ചോംസ്കി എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണെന്ത്? യൂണിവേഴ്സൽ ഗ്രാമർ. അതായത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അതിന്റെ ബേസിസിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാല് ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഒരു സന്മാർഗിക വികസനമാണ്. അത് തുടങ്ങി വെക്കുന്നത് ഒരു കൊച്ചുകുട്ടി എപ്പോഴാണോ ജനിക്കുന്നത് അത് മുതൽ തന്നെ ഭാഷ പഠിച്ചു തുടങ്ങുകയാണെന്ന് പറയാണ്. ഓക്കെ, ഇതാണ് യൂണിവേഴ്സൽ ഗ്രാമർ. അതിന്റെ ഇടയിൽ മനുഷ്യന്റെ മനസ്സിൽ എന്തുണ്ട്? ഒരു ഭാഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എന്തുണ്ട്? ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് അനുസരിച്ച് കൊണ്ടാണ് എന്ന് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇഖ്തറൽ ഖതഉ മിനൽ ആതിയ
നളരിയത്തു തർബവിയത്തുൽ ഖദീമ. പരമ്പരാഗതമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ തിയറി തിരഞ്ഞെടുക്കുക. ബിഹേവിയറിസം, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഓക്കെ, നമുക്ക് നോക്കാം. ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള തിയറി. ഫസ്റ്റ് അവ്വലു, മുമ്പ് എക്സാമിൽ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യം അവ്വലു നളരിയത്തുൽ ഫൽസഫവിയത്തു തർബവിയത്തുൽ ലദി ഇഹ്തമു എന്ന് പറഞ്ഞിട്ട് അല്ലേ? നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടില്ലേ? അവ്വലു നളരിയത്തുൽ ഫൽസഫിയത്തു തർബിയത്തുൽ ലദി ഇഹ്തമത്തു നളരിയത്തു തർബിയത്തി വ തഅലീം എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് ഏതാണ്? നദരിയത്ത് സുലൂക്കിയാണ്. രണ്ടാമത് മഅറഫിയാണ്, കൊഗ്നിറ്റിവിസ് ആണ്. മൂന്നാമത് കൺസ്ട്രക്റ്റിവിസം എന്താണ്, ബന്നായിയാണ്. നാലാമത്തത് ബന്നായിയത്തുൽ ഇജ്തിമായിയാണ്. ഇതില് സുലൂക്കിയയിൽ വരുന്ന പ്രമുഖ വ്യക്തികളാണ് പിയാഷെ, നമ്മുടെ ഈ ആരൊക്കെ വരുന്നുണ്ട്? പ്രധാനപ്പെട്ട ബിഹേവിയറിസ്റ്റുകൾ ആരൊക്കെയാണ്? പാവ്ലോവ്, സ്കിന്നർ, തൊണ്ടേക്ക്. പാവ്ലോവ്, സ്കിന്നർ, തൊണ്ടേക്ക് എന്നുള്ളതാണ്. വളരെ ഗുഡ്. എനിക്ക് പെട്ടെന്ന് കിട്ടാന്നിട്ടാണ് കേട്ടോ, സോറി. പിന്നെ അതുപോലെ തന്നെ കൊഗ്നിറ്റീവ്സത്തിൽ വരുന്നവരാണ് ബ്രൂണർ, ഓസ്ബെൽ ഒക്കെ. പിന്നെ ഗസ്റ്റാൾട്ട് സൈക്കോളജി, കൺസ്ട്രക്റ്റീവ്സുമായി ഈ പറയുന്ന കൊഗ്നിറ്റീവ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചതാണ്. കോഫ്കയുടെയും വെർത്തുമയറിന്റെയും കൊഹ്ലറിന്റെയും ഒക്കെ. കൺസ്ട്രക്റ്റീവിസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളാണ് പൗലോ ഫെയറോ, ജോൺ ഡുബി, ബ്രൂണർ, ചോംസ്കി, ജീൻ പിയാഷെ, വൈഗോട്സ്കി. ഈ വൈഗോട്സ്കിയുടെ തന്നെ മറ്റൊരു സിദ്ധാന്തമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളത്. ഓക്കെ, അമലിയത്തൻ ലാ തുവാഫിക് ബിമുആലജത്തിൽ അഖ്താഇ ബിമൻളൂരി നളരിയത്തുൽ ബന്നായിയ. അതായത് നമ്മൾ നേരത്തെ ഈ LSRWല് എറർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്ന ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ അതായത് കുട്ടികളിലെ തെറ്റിതിരുത്തുക. അപ്പം ആ തെറ്റുന്ന സമയത്ത് നമുക്ക് കൺസ്ട്രക്റ്റിവിസത്തിന്റെ ബേസിസിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റൂല. ഈ എറർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന വിഷയത്തെ എങ്ങനെ പരിഗണിക്കാൻ പറ്റൂല എന്നാണ് ചോദ്യം. തസ്ഹീഹി അഖ്താ മുബാസ്, വളരെ ഡയറക്റ്റായി കൊണ്ട് അധ്യാപകൻ എന്ത് ചെയ്യാ? കൺസ്ട്രക്റ്റിവിസത്തിൽ എന്ത് ചെയ്യാ? അധ്യാപകൻ ഡയറക്റ്റ് ആയിട്ട് അത് തെറ്റിതിരുത്തണം. തഖ്ദീമുൽ മുഹാദിസാത്തി നമൂദജ്, അവന് മോഡൽ കാണിച്ചുകൊണ്ട് സ്വയം കുട്ടി, അതായത് കുറച്ച് മോഡലുകൾ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ആ മോഡൽ അനുസരിച്ച് കൊണ്ട് കുട്ടി ആ മോഡൽ നോക്കിയിട്ട് സ്വയം തിരുത്തുന്നു. അല്ലെങ്കിൽ അൽ ഖിയാമു ബി തഹ്രീരി വ തഹ്സീൻ ബി മുസാത്തി സുമലായി വൽ മുദരിസ്, അല്ലെങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളും സഹായിച്ചവൻ എന്ത് ചെയ്യാണ്? അവനെ തെറ്റിതിരുത്താൻ വേണ്ടി അവനെ തെറ്റിതിരുത്തിപ്പിക്കുകയാണ്. അത് അധ്യാപകരും വിദ്യാർത്ഥികളും കൂട്ടമായി ചേർന്നുകൊണ്ട് എന്താണ്? തെറ്റിതിരുത്തിപ്പിക്കുകയാണ്. ഇതെല്ലാം തെറ്റാണെന്നാണ് ചോദ്യം. ഒന്ന്, ഒരധ്യാപകൻ നേരിട്ട് ഒന്ന് തെറ്റിതിരുത്തിക്കുന്നു. രണ്ട്, അവൻ ആ മോഡലുകൾ കാണിച്ചുകൊണ്ട് തെറ്റിതിരുത്തിപ്പിക്കുന്നു. മൂന്ന്, അധ്യാപകനും വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതെല്ലാം തെറ്റാണ്. അപ്പൊ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം. ഈ കൺസ്ട്രക്റ്റിവിസം ബേസ് ചെയ്തുകൊണ്ട് കുട്ടികളെ തെറ്റിത്തിരുത്തുന്നതിൽ പെടാത്തത്, യോജിക്കാത്തത് എന്തെന്നാണ് ഇവിടെ ശ്രദ്ധിക്കണേ. യോജിക്കാത്തത് എന്തെന്നാണ് ചോദ്യം. ഡയറക്റ്റായി തിരുത്തുന്നതാണോ? മോഡലുകൾ കാണിച്ച് തിരുത്തുന്നതാണോ? അധ്യാപകരുടെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി തിരുത്തുന്നതാണോ? യോജിക്കാത്തത് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ബുദ്ധി വന്നു, നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞു. ഒരു കാര്യം പറയാം, എക്സാം മോളിൽ ഞാൻ വന്നിരുന്ന് വായിച്ചാൽ ഉണ്ടാവൂല. ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണേ. പെഡഗോജിയാണ്. മാർക്ക് പോയി കഴിഞ്ഞാൽ ഇനി അടുത്തത് ത്വരീഖത്തൻ തഖൂമു അല അർദുൽ ഖാഇദത്തി അവ്വലൻ, ആദ്യം നിയമം പഠിപ്പിക്കും. സുമ്മൽ അംസില, ശേഷം ഉദാഹരണം കാണിച്ചു കൊടുക്കും. അത് ഇസ്തിഖറായിയാണോ ഖിയാസിയാണോ
ഇസ്തിൻബാത്തിയാണോ ഹല്ലുൽ മുഷ്കിലയാണോ? യെസ് യെസ്, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? യെസ് യെസ് യെസ്, യു ആർ റൈറ്റ്. ഖിയാസിയാണ് ശരി. അതായത് നമുക്ക് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നും ഡിഡക്റ്റീവ് മെത്തേഡ് എന്നും രണ്ട് മെത്തേഡ് ഉണ്ട്. ഇസ്തിക്കറായി എന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് മെത്തേഡ്, ഇസ്തിക്കറായി ഇസ്തിംബായി രണ്ടും ഒന്നിനാണ് കേട്ടോ. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നാണ് എടുക്കുക. അവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? അംസില പറയും. ഉദാഹരണം പറഞ്ഞിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യും? ആദ്യം ഉദാഹരണം പറയും, എന്നിട്ട് അതിൽ നിന്നും കായിലേക്ക് എത്തും. ഇപ്പൊ മനുഷ്യന്മാരെല്ലാവരും മരിക്കും എന്ന് പറഞ്ഞത് എന്താണ്? ഒരു കായികയാണ്. ഇവിടെ അങ്ങനെ പറയാതെ സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് വെച്ചാൽ മരണമാണ്, അതുകൊണ്ട് സോക്രട്ടീസ് മരിക്കും. ഇങ്ങനെ പറയണത് എന്താണ്? ഈ പറയുന്ന ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ ഉദാഹരണമാണ്. ഇങ്ങനെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ് മരണം എന്നുള്ളത്, സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് സോക്രട്ടീസ് മരിക്കും. ഇങ്ങനെ പറയണത് എന്താണ്? ഇൻഡക്റ്റീവ് മെത്തേഡിന്റെ ഉദാഹരണമാണ്. ഡിഡക്റ്റീവ് മെത്തേഡ് നേരെ തിരിച്ചാണ്. സോക്രട്ടീസ് മരിക്കും, കാരണം സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, മനുഷ്യന്റെ സ്വഭാവമാണ് മരണം എന്നുള്ളത്. ഇങ്ങനെ പറയണതാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. ആദ്യം കണ്ട നിയമം പറയാം, എന്നിട്ട് ഇങ്ങനെ പതിയെ വരാണ്, ഉദാഹരണത്തിലേക്ക് വരാണ്. മനസ്സിലായോ? മനുഷ്യൻ മരിക്കും, സോക്രട്ടീസ് ഒരു മനുഷ്യനാണ്, മനുഷ്യന്റെ സ്വഭാവമാണ് സോക്രട്ടീസ് എന്താ മരണം എന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി ത്വരീഖത്തു ഹല്ലുൽ മുഷ്കില എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡാണ്. ത്വരീഖത്തു ഹല്ലുൽ മുഷ്കില. കുട്ടികൾക്ക് ഒരു പ്രോബ്ലം കൊടുക്കുക, ആ പ്രോബ്ലത്തെ അവൻ സ്വയം എന്ത് ചെയ്യുക? സോൾവ് ചെയ്ത് പഠിക്കും. അത് ഇബ്തിക്കാറിനൊക്കെ കുറച്ചുകൂടി അഥവാ ക്രിയേറ്റിവിറ്റി വളർത്തുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ചർച്ച ചെയ്തതാണ്. അൽ വസായിൽ മുതഅദ്ദിദ, മൾട്ടിമീഡിയ തസ്തഖദമു ഫി അമലിദ് ദിറാസിയ. ഇങ്ങനെയാണ് അത് ഒരു എഡ്യൂക്കേഷണൽ പ്രവർത്തനത്തിൽ, എഡ്യൂക്കേഷനിൽ അത് ഉപയോഗിക്കപ്പെടുന്നത്. അജ്മി വഖത്തിൽ മുഅല്ലിം, തർസീഹിൽ മഫാഹിമി ഫി തുല്ലാബ്, തസല്ലിയ, ഇക്റാഹി മിനൽ ഇദാറ. അധ്യാപകന്റെ സമയത്തെ പരിഗണിക്കാതിരിക്കാനാണോ? കുട്ടികൾക്ക് കൺസെപ്റ്റ് ഉറപ്പിക്കാനാണോ? തസല്ലിയ എന്താണ്? ഈ CD ഒക്കെ കേട്ടോണ്ടിരിക്കുമ്പോ കുട്ടികൾ ഭയങ്കര ഹാപ്പി ആവൂലെ, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണോ? അതല്ല ലിക്കറാഹി മിനൽ ഇദാറ, വെറുപ്പിക്കാനാണോ? ആരെ? ഈ അതോറിറ്റിയെ വെറുപ്പിക്കാനാണോ? തർസീഹിൽ മഫാഹിമി ഫി തുല്ലാബ്, കുട്ടികൾക്കിടയിൽ കൺസെപ്റ്റിനെ ക്ലിയർ ചെയ്ത് കൊടുക്കാനാണ്. മൽ മുറാദ് അൽ കലിമത്തുൽ മുആദില CCE, continuous and comprehensive evaluation. What you mean? التقويم المسلسل والدوري، التقويم المستمد والمستوعب، التقويم المستمر والنهائي، التقويم الذاتي والدوري. Yes, continuous and comprehensive evaluation means التقويم المستمر والمستوعب എന്നുള്ള. അടുത്തത് അൽ ഖിയാം ബിതഖ്ദീർ അൽ മുക്തസബാത്ത് ലദൽ ദാരിസീന ബഅദ തഖ്ദീം മഖ്തഅ നസ്ന വഹിദ. ഒരു കണ്ടന്റ് പഠിപ്പിച്ചതിന് ശേഷം ഒരു കുട്ടി എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അളക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദ്യം. മനസ്സിലാക്കാം. ഒരു അധ്യാപകൻ ഒരു പാഠഭാഗം പഠിപ്പിച്ചതിന് ശേഷം ആ കുട്ടി എന്ത് പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്ത് ടൈപ്പ് ടെസ്റ്റ് എന്ന് പറയും? തഖ്ദീറു ദിറാസ, തഖ്ദീറു ലി അജ്ലി ദിറാസ, തഖ്ദീറു ഹുവ ദിറാസ, തഖ്ദീറു ദൗരി. തഖ്ദീറു ദിറാസ, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. തഖ്ദീറു ലി അജ്ലി ദിറാസ, തഖ്ദീർ അസസ്മെന്റ് ഫോർ ലേണിംഗ്. തഖ്ദീർ ഹുവ ദിറാസ, അസസ്മെന്റ് ആസ് ലേണിംഗ്. Which one? ഓക്കെ, നിങ്ങൾ പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും വളരെ അതിസാഹസ്യമായി കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിൽ പറഞ്ഞാൽ മതി, എന്താണെന്ന് അറിയാലോ. ശരി. അപ്പൊ തഖ്ദീറു ദിറാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്നാണ്. അതായത് ഒരു അധ്യാപകൻ
എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതിന് ശേഷം ആ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിന് അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് നമ്മൾ പറയാം. പിന്നെ ആ തഖ്ദീറുൽ അജ്ലി ദിറാസ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പഠിപ്പിക്കുന്നതിനിടയിലുണ്ടല്ലോ, ഒരു പഠിപ്പിക്കുന്നതിനിടയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തന്റെ സഹപാഠിക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ചിന്തിക്കലാണ്. അതായത് പഠിപ്പിക്കാൻ വേണ്ടി അസസ്മെന്റ് ഫോർ ലേണിംഗ്, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്ക്. അതായത് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ഇനി വേണം, അങ്ങനെ അധ്യാപകരും വിദ്യാർത്ഥി മാറി മാറി നോക്കാനാണ് തഖ്ദീറുൽ അജ്ലി ദിറാസ എന്ന് വെച്ചാൽ. തഖ്ദീർ ഹുവ ദിറാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസസ്മെന്റ് ആസ് ലേണിംഗ്, അതായത് സെൽഫ് ഇവാലുവേഷൻ ആണ് നമ്മൾ തഖ്ദീർ ഹുവ ദിറാസ എന്ന് പറയാം. മനസ്സിലാക്കാം. സെൽഫ് ഇവാലുവേഷൻ തഖ്ദീർ ഹുവ ദിറാസ എന്ന് വെച്ചാൽ തഖ്ദീറുൽ അജ്ലി ദിറാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അധ്യാപകരും വിദ്യാർത്ഥികളും എന്ത് ചെയ്യാണ്, അവന്റെ പഠനം നന്നാക്കാൻ വേണ്ടി അവർ ചെക്ക് ചെയ്യാണ്. കണ്ടിന്യൂസ് ചെക്കിംഗ് ആണ് തഖ്ദീറുൽ അജ്ലി ദിറാസ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയാം. തഖ്ദീർ ദിറാസ എന്ന് പറയുന്നത് ഒരു കണ്ടന്റ് അധ്യാപകൻ പഠിപ്പിച്ചതിന് ശേഷം എത്രത്തോളം കണ്ടന്റ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ തഖ്ദീർ ദിറാസ എന്ന് പറയാം, അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി തഖ്ദീർ ദൗരി എന്ന് കൊണ്ടുവരുന്ന ടെർമിനൽ ഇവാലുവേഷൻ ആണ്. ടെർമിനൽ ഇവാലുവേഷൻ ആണ് നമ്മൾ തഖ്ദീർ ദൗരി എന്ന് പറയാം. കൂടുതലായിട്ടൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അടുത്തത് ആ കലിമത്ത് മിഅവൽ. നമ്മൾ നഹ്വിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ നഹ്വിന്റെ കുറച്ച് ചോദ്യങ്ങൾ കൂടി ഇൻഷാ നമുക്ക് നോക്കി നിർത്താം. മിഅവൽ എന്ന് പറയുന്നത് ഇസ്മുൽ ഹൈഅയാണ്, ഇസ്മുൽ ആലത്താണ്, ഇസ്മുൽ സമാനാണ്, മഫ്ഊലാണ്. ഓക്കെ, മിഅവൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇസ്മുൽ ആലയാണ് അല്ലെ, ഇസ്മുൽ ആലത്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇസ്മുൽ ഹൈഅ എന്ന് വെച്ചാൽ രൂപം എന്ന് നമുക്ക് പറയാൻ പറ്റും. രൂപങ്ങളെയാണ് നമ്മൾ ഇസ്മുൽ ഹൈഅത്ത് എന്ന് പറയാം. ഇസ്മുൽ സമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലഘട്ടത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. മഫ്ഊൽ എന്ന് വെച്ചാൽ ഫായിലിന്റെ പ്രവൃത്തി വന്ന് പതിക്കുന്നതാണ് മഫ്ഊൽ എന്ന് വെച്ചാൽ, അതിനെ ഇസ്മു മഫ്ഊൽ എന്ന് നമ്മൾ പറയാം. ഇനി അടുത്തത് ഇസ്മുൻ യദുല്ലു അലാ ഫിഇലിൻ ഔ ഹദസിൻ മുജ്രിദിൻ അനി സമാൻ. അതായത് ഇതൊരു പദമാണ്. യദുല്ലു അല, അത് അറിയിക്കുന്നു, ഫിഇലിൻ ഔ ഹദസിൻ, സംഭവത്തിന്റെ മേൽ, മുജ്രിദിൻ അനി സമാൻ, കാലങ്ങളോടൊന്നും ചേർക്കാതെ ഒരു സംഭവങ്ങളുടെ മേലോ പ്രവൃത്തിയുടെ മേലോ അറിയിക്കുന്ന പദത്തിന് എന്ത് പറയുന്നു? മസ്ദർ എന്ന് പറയോ, ഹാൽ എന്ന് പറയോ, ഉർഫ് എന്ന് പറയോ, തമീസ് എന്ന് പറയോ? കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത്. ഇവിടെ ഓക്കെ, ഉത്തരം നോക്കാം. മസ്ദറാണ്. മസ്ദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ കുറിച്ച് അറിയിക്കുന്നത്. ഇപ്പം ഫിഇലത്തൻ, ഫഅല യഫ്അലു ഫിഇലത്തൻ വഹുവ ഫാഇൽ എന്നുള്ളതാണ്. ഫിഇലത്തൻ എന്നുള്ളതാണ് മസ്ദർ. ഈ മസ്ദർ എല്ലാത്തിനും ഫിഇലത്തൻ എന്നുള്ളതായിരിക്കും. ഈ ഫിഇലത്തൻ എന്നതിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, ഫായിലും മഫായിലും തഫീലിയത്തും അതോടൊപ്പം തന്നെ യഫ്അലും തഫ്അലും ഇഫ്അലൊക്കെ വരാം. ഇതൊരു കാലത്തെ മേൽ അറിയിക്കോ? കാലത്തെ മേൽ അറിയിക്കോ? മസ്ദർ അറിയിക്കോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മസ്ദർ എന്നാൽ യദുല്ലു അല, അത് അറിയിക്കുന്നു, ഫിഇലിൻ, ഒരു സംഭവത്തിന്റെ മേലോ, ഔ ഹദസിൻ, ഒരു പ്രവൃത്തിയുടെ മേലോ, മുജ്രിദിൻ അനി സമാൻ, കാലത്തിനോട് യോജിക്കാത്ത, കാലങ്ങളുമായി ബന്ധപ്പെടാത്ത ഒരു പ്രവർത്തനത്തിന്റെ മേലോ. പ്രവൃത്തി എന്ന് പറയുമ്പോൾ അത് ഏത് പ്രവൃത്തിയാണ്, എപ്പം നടന്നതാണെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രവൃത്തിയാണ്, എപ്പം നടന്നൊന്നും പറയൂല. അതാണ് മസ്ദർ എന്ന് പറയാം. ഹാല് എന്ന് പറയുന്ന അവസ്ഥകളെയാണ്. ഞാൻ സന്തോഷവാനാണ്, മുബശ്ശിറുൻ, ഹാലി ആയിട്ടുള്ള അവസ്ഥ, എന്റെ അവസ്ഥയെ കുറിച്ച് വരാണ്. ഉർഫ് എന്ന് പറയുമ്പോൾ സമയവും കാലത്തെ കുറിച്ച് സൂചിപ്പിക്കാനാണ്. തമ്മീസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ മറ്റൊന്നിനോട് നിന്ന് വേർതിരിക്കുന്നതാണ് തമ്മീസ്. ഒന്നിനെ മറ്റൊന്നിലേക്ക് വേർതിരിക്കുന്നതിന് നമ്മൾ തമ്മീസ് എന്ന് പറയാം. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, എന്താണ്, എന്നെക്കാൾ നന്നായി പഠിക്കുന്നവരാണ് എന്റെ വിദ്യാർത്ഥികൾ. ഒന്നും കൂടി ഞാൻ പറയാറുണ്ട്, PSC വിദ്യാർത്ഥികളെക്കാൾ ഏറെ പഠിക്കുന്നവരാണ് കേട്ടറ്റിലെ വിദ്യാർത്ഥികൾ. എന്ന് പറഞ്ഞതിന് എന്താർത്ഥേ, ഞാന് കേട്ടറ്റിലെ വിദ്യാർത്ഥികളെയും PSC വിദ്യാർത്ഥികളെയും തമ്മിൽ താരതമ്യം ചെയ്തു. യെസ്, ഇതാണ് നമ്മൾ തമ്മീസ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ വസ്തുതയ്ക്ക് നിരക്കാത്തതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ.
അല്ല, ഞാൻ വസ്തുതയ്ക്ക് നിരക്കാത്തതായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, അഡ്വാൻസ് ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, കാര്യം പിടിയിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഇഖ്തറൽ ഖതഅ മിനൽ ആത്തിയ, താരത്തിനിരിക്കുന്നവർ തെറ്റായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. യതസാഅലൂൻ, യഖറഊൻ, യഅ്തൂൻ, യുഅ്മിനൂൻ. ഇതൊരു ഹംസയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ലെറ്റ് മീ ചെക്ക് ദ ആൻസർ. യഖ്റഊൻ എന്നുള്ളതാണ്. ഓക്കെ, യഖ്റഊൻ എന്ന് ഇങ്ങനെ ആയിരിക്കും എഴുതലുണ്ടാവുക. ഓക്കെ, ബാക്കി അത് എഴുതുമ്പോഴേ ഈ യഖ്റഊൻ അവിടെ അലിഫല്ല വരേണ്ടത്, വാവിന്റെ മേൽ അലിഫയാണ് വരേണ്ടത് കേട്ടോ. വാവിന്റെ മേൽ അലിഫയാണ് വരേണ്ടത്, അല്ലാതെ ഹംസയല്ല. ബാക്കിയെല്ലാം ഇത് ശരിയാണ്. ഇതാക്കാനൽ മുവാഫ് മുസന്ന, അതായത് മുവാഫ് മുസന്നയാണെങ്കിൽ നൂനിനെ കളയണോ, അലിഫിനെ കളയണോ, അലിഫിനെ യാ ആക്കി മാറ്റണോ, അലിഫിനെ വാവാക്കി മാറ്റണോ? ഇതാണ് ചോദ്യം. ഓക്കെ, ഒരക്ഷരത്തെ, ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് ചേർക്കുന്നതിന് നമ്മൾ മുലാഫ്, നമ്മൾ ഇലാഫത്ത് എന്ന് പറയാം. ഓക്കെ, ഇലാഫത്ത് എന്ന് നമ്മൾ പറയാം, മനസ്സിലാക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് മുലാഫായ വസ്തു മുസന്നയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മുസന്നയാണെങ്കിൽ മുസന്നയുടെ നൂനിനെ നമ്മൾ കളയും. ഇപ്പം എഫ്അലാനി, എഫ്അലൂന, എഫ്അലു, എഫ്അലാനി എന്നതിലെ എഫ്അല എന്ന് നമ്മൾ പറയുള്ളൂ. മുലാഫാകുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ നൂനിനെ കളയും, മുസന്നയുടെ നൂനിനെ നമ്മൾ കളയും. മനസ്സിലാക്കണം. ഇപ്പൊ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ ചേർത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും? ആ നൂനിനെ കളഞ്ഞുകൊണ്ട് നമ്മൾ പറയും എന്താണ്? എൽ അബ തൊലബാൻ, എന്താണ്? രണ്ട് കുട്ടികളും കളിച്ചു. അല്ല, എന്താണ്? അൽ കിതാബാനി, രണ്ട് പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു. യഖ്റആനി കിതാബാനി നമ്മൾ പറയില്ല, യഖ്റഅ കിതാബാനി എന്നേ പറയുള്ളൂ. രണ്ട് പുസ്തകങ്ങൾ അവർ വായിച്ചു എന്ന് പറയും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? മുലാഫ് ആണെങ്കിൽ, ഒന്നിനെ ഒന്നിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ. അടുത്തൊരു ചോദ്യം, ഇബാറത്തൻ തഖാബല ഫി ഫാസ്റ്റ് ഫുഡ്. ഇപ്പൊ സമയമായില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം അവസാനം ഇടാന്ന് വിചാരിച്ചത്. കാരണം ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഫുഡ് എന്നില്ല എന്നുള്ള പരാതി നിങ്ങൾ പറയരുത് എൻ്റെ അടുത്ത്. അപ്പൊ നിങ്ങൾ പോയി ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യാം. ഫാസ്റ്റ് ഫുഡ് നമ്മൾ എന്ത് പറയും? ഗദാഉൻ ശരിയാ, വജബത്തുൻ ശരിയാ, വജബത്തുൻ ഫാജ, വജാൻ ഫാജ. മാഷാ അല്ലാഹ്, അതിലൊക്കെ നിങ്ങൾ ഉഷാറാണ്, നമുക്ക് അറിഞ്ഞൂടെ? കറക്റ്റാണ്. വജബത്തുൻ ശരിയാ എന്നുള്ളതാണ് ശരിയെ വരിക. ഓക്കെ, ഒരു ചോദ്യം കൂടി, അവസാനത്തെ ഒരു ചോദ്യം കൂടി ഇൻഷാ അല്ലാഹ്. ഉംലത്തുൻ മുസ്തഖദമ ഫി ഖത്തർ, ഖത്തറിൽ ഉപയോഗിക്കുന്ന നാണയം ഏതാണ്? റിയാല്, ഷെയ്ക്കല്, ദിർഹം, രൂപിയ. യെസ്, റിയാലും ഖത്തരിയും. യെസ്, ഖത്തറിൽ ഉപയോഗിക്കുന്ന ഏതാണ്? റിയാലാണ് എന്നുള്ളതാണ്. ബാക്കി മറ്റു രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയൊരു കോഡിലൂടെ നമുക്കത് പഠിക്കാനൊക്കെ പറ്റും. ഷെയ്ക്കൽ എനിക്ക് തോന്നുന്നത് ഇസ്രായേലോ ഫലസ്തീൻ എന്ന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഷെയ്ക്കൽ എന്ന് പറയുന്നത്. കുവൈത്ത് മാത്രമല്ല, കുറെ ഉണ്ട്. ഇസ്രായേലാണ് കുറെ ഉണ്ട്. ഞാനൊരു ചെറിയൊരു കോഡ് നിട്ടേക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി, അതിൻ്റെ അകത്ത് ഏകദേശം ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോ ഏകദേശം ക്ലിയർ ആയില്ലേ? റെഡിയല്ലേ? അപ്പോ നമ്മളിവിടെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ശുക്രൻ ജസീലൻ ലഹുസ്നി ഇസ്തിമാഇക്കും ഔസിക്കും ബിദ്വാ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇനി ഉള്ള കുറച്ച് ദിവസമാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം കുറെ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട്, നല്ല കുട്ടികളാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെ തന്നെ ആയിരിക്കും എക്സാമിന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായി പഠിക്കുക, ഉള്ള സമയം മാക്സിമം എൻജോയ് ചെയ്യുക, പഠിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുക. പ്രാർത്ഥനയിലൊക്കെ എപ്പോഴും കേട്ടത്തി നേടണമെന്ന് ആഗ്രഹിക്കുക, ഉറക്കം മുറിയാതിരിക്കുക. എന്നാൽ
ഉറങ്ങാതെ ഇരിക്കുക. അത് ഉദ്ദേശിച്ചത് കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടാണ്. പക്ഷെ അത് നമുക്ക് നാളെ നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് ഞാൻ ഉറക്കമൊഴിക്കുക, ഞാൻ മജാസന്, അത് എന്താണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം, എന്ന് പറഞ്ഞുതരാം. ഉറക്കമണിയുക എന്നാൽ ഉറക്കമൊഴിയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ശുക്രൻ ജസീലൻ ലിഹുസ്നി ഇസ്തിമായിക്കും വൗസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.